أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا استيأس الرسل وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين. صدق الله العليم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫ് 10-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഒന്നുകൂടി വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇതിൽ ഒരു രണ്ട് രൂപത്തിൽ ഇതിൻ്റെ ഖിറാഅത്തുകൾ രണ്ട് സ്ഥലത്ത് വരാറുണ്ട്. അപ്പോൾ ആ ഖിറാഅത്തുകൾ വെച്ചിട്ട് ഒരു 4 വിശദീകരണം, മൊത്തം ഈ ആയത്തിന്റെ ആ രണ്ട് ഖിറാഅത്ത് എന്തിനാണ് നമ്മൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് ആ ഖിറാഅത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട, അടിസ്ഥാനപരമായി ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, ഖുർആൻ എന്ന് പറയുന്ന ആ പിന്നെ വാചകങ്ങൾ, അതിന്റെ സെന്റൻസുകൾ, അതിന്റെ വാക്യങ്ങൾ, ആയത്തുകൾ, അതിന്റെ അർത്ഥം, അതിന്റെ വിശദീകരണം, അത് ആണ് ഖുർആന്റെ ക്രക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പ് അതാണ്. പക്ഷെ ഖുർആനുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് വിജ്ഞാനീയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ഖിറാഅത്ത്. അതിൽ 7 തരം ഖിറാഅത്ത് ഉണ്ട് അല്ലെ. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ അതൊരു വലിയ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. പിന്നെ ഉലൂമുൽ ഖുർആൻ ഉണ്ട്, ഖുർആന്റെ സാങ്കേതികമായ ഒരു പഠനം, അതുണ്ട്. പിന്നെ ഖുർആന്റെ ബലാഗ ഉണ്ട്, അതിന്റെ ഒരു സാഹിതീയ ഭംഗി, അതിന്റെ ഒരു എന്താ പറയുക, ആലങ്കാരികമായിട്ടുള്ള അതിന്റെ പ്രയോഗങ്ങൾ, അങ്ങനെ. പിന്നെ ഖുർആന്റെ നുദുമുൽ ഖുർആൻ ഉണ്ട്, ഖുർആന്റെ സ്ട്രക്ചർ ഉണ്ട്, ഓരോ വാചകങ്ങൾ, അതിന്റെ ഇതെല്ലാം കൂടി ചേർന്നതിനാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയാം. കേട്ടിട്ടുണ്ടോ ഉലൂമുൽ ഖുർആൻ? കേട്ടിട്ടുണ്ട്. സയൻസ്, ഉലൂമുൽ ഖുർആൻ, പ്രത്യേകിച്ച് ഇസ്ലാമിയ കോളേജുകളിലൊക്കെ പഠിച്ചവർ അതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കും മറ്റുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വേറെ തന്നെ ഒരു വിഷയമാണ്. അപ്പൊ അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ഒരു ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് പോലെയോ ഒക്കെ പിന്നീട് എപ്പോഴെങ്കിലും സംഘടിപ്പിക്കാം. അത് വേറെ തന്നെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഈ എന്തുകൊണ്ട് അത് ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ, അർത്ഥം വെച്ചിട്ട് വിശദീകരിക്കുമ്പോൾ, ചിലപ്പോൾ അതിന്റെ സാങ്കേതികമായ ചില വശങ്ങൾ കടന്നു വരും. വൈ? കാരണം അത് മനസ്സിലാക്കുമ്പോൾ ഈ ഖുർആന്റെ ആശയ വൈപുല്യം, അതിന്റെ ഡെപ്ത് ഓഫ് ഇറ്റ്സ് മീനിങ്, എന്താ പറയാ, ആ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്റർപ്രിറ്റേഷൻ, എന്തുകൊണ്ടാണ് ഇത്രയധികം തഫാസിറുകൾ, അതിന്റെ ഡൈവേഴ്സിറ്റി, അതിന്റെ വൈവിധ്യം എന്തുകൊണ്ട് വന്നു എന്നത് മനസ്സിലാക്കാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ, പ്രത്യേകിച്ച് ഈ 110-ാമത്തെ ആയത്ത്, നമുക്ക് ഒരുപാട് ആ അർത്ഥത്തിൽ പാഠങ്ങൾ തരും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു, അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ആ രണ്ട് ഖിറാത്തിന്റെ സന്ദർഭം എവിടേക്ക് വരിക, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എവിടേക്കാണ് ആ രണ്ട് ഖിറാത്ത് വരിക? കുദിബു എന്നുള്ളത് കുദിബു എന്ന ഒരു ഖിറാത്ത് ഉണ്ട്. നുജിയ മന്നഷ എന്നുള്ളത് നുനജി മന്നഷ അല്ലെങ്കിൽ നുൻജി മന്നഷ, രണ്ട് രൂപത്തിലും. നുൻജി മന്നഷ, സാധാരണ രീതിയിൽ നുജിയ മന്നഷ അല്ലെങ്കിൽ നുൻജി മന്നഷ. അപ്പോ അതുപോലെ തന്നെ വന്നു എന്നതിന്റെ അർത്ഥം, ആ അർത്ഥം വ്യാഖ്യാനിക്കുന്നിടത്തും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ മൊത്തം ഈ ആയത്തിന്റെ 4 വ്യാഖ്യാനങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. 4 ഇന്റർപ്രിറ്റേഷൻസ്, 4 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇന്റർപ്രിറ്റേഷൻസ്, അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹത്താ ഇദസ്തൈഅസ റുസുലു. ഇസ്തൈഅസ, യഇസ എന്ന് പറയാതെ ഇസ്തൈഅസ എന്ന് ഖുർആൻ പ്രയോഗിച്ചു. വൈ?
എന്തുകൊണ്ടാണ് അത് പ്രയോഗിച്ചത്? ഓർക്കണ്ടോ ആരെങ്കിലും? പൂർണ്ണ പ്രതീക്ഷ നഷ്ടപ്പെടാത്ത. ആ, അതെ. യഇസ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ലോസ്റ്റ് കംപ്ലീറ്റ് ഹോപ്പ് എന്നാണ് അല്ലെ? പൂർണ്ണമായും നിരാശപ്പെട്ടു. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായും നിരാശ ഉണ്ടാകില്ല. ഉണ്ടാകില്ല അല്ലെ? ഈവൻ യൂനുസ് നബിക്ക് പോലും നിരാശ, അള്ളാഹുവിന്റെ സഹായത്തിൽ നിരാശ ഉണ്ടായിട്ടില്ല. പിന്നെയോ അദ്ദേഹത്തിന് ധൃതി കാണിച്ചു. ഖുർആൻ തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന് ധൃതി കാണിച്ചു എന്നാണ്. അതിനെ മനസ്സിലായപ്പോഴേക്ക് അദ്ദേഹം സുബ്ഹാനല്ലാഹ് പറഞ്ഞു, തസ്ബീഹ് ചൊല്ലി അല്ലെ? അത് നമ്മൾ വേറെ പറഞ്ഞതാണ്. ഇസ്തൈഅസ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ധാരാളം കഴിഞ്ഞ ആഴ്ചയിലെ ഒരു നല്ലൊരു ശതമാനം സമയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നല്ലൊരു ശതമാനം സമയം നമ്മൾ അതിനാണ് ഉപയോഗിച്ചത്. എന്താ അത്? ഓൾമോസ്റ്റ് ലോസ്റ്റ് ഹോപ്പ്, അതായത് നിരാശപ്പെടാൻ, പൂർണ്ണമായും നിരാശപ്പെടാൻ അടുത്തപ്പോൾ, അതായത് ഒരു 100% നിരാശയെങ്കിൽ 99 അവിടേക്ക് എത്തിയപ്പോൾ വന്നു അവർ. ലന്നയ്ക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ലന്ന എന്ന് പറഞ്ഞാൽ ശരിക്ക് അവർ വിചാരിച്ചു, കരുതി എന്നൊരർത്ഥമുണ്ട്. രണ്ടാമത്തെ അവർ ഉറപ്പിച്ചു എന്നൊരർത്ഥമുണ്ട്. രണ്ടും ഖുർആനിൽ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ലന്നു എന്നുള്ളത്. ഉദാഹരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കാണിക്കാൻ സാധിക്കും. ഇപ്പൊ എന്റെ മനസ്സിൽ വരുന്നില്ല. പക്ഷെ ഞാൻ വേണമെങ്കിൽ അത് ഈ ക്ലാസ്സിന് ശേഷം ലന്നയുടെ ഖുർആനിൽ പ്രയോഗിച്ച് ഈ രണ്ടർത്ഥത്തിലും പ്രയോഗിച്ച ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ആദ്യം പറയുന്ന വ്യാഖ്യാനം, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇപ്പൊ നമ്മൾ മുസ്ഹഫിൽ കാണുന്ന ഖദ് കുദിബു എന്ന ആ പാരായണത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ പാരായണത്തിന്റെ ഒരു അർത്ഥം എന്ത്, കുദിബു എന്നതിന്റെ അർത്ഥം ആ പ്രവാചകന്മാരോട് കളവ് പറയപ്പെട്ടു എന്ന അർത്ഥത്തിൽ, അതായത് ആ പ്രവാചകന്മാർക്ക് കളവ് പലരും തങ്ങളുടെ വിചാരങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ തോന്നലുകൾ കളവായിരുന്നു എന്ന് അവർക്ക് തോന്നി. മനസ്സിലായോ? തങ്ങളുടെ മനസ്സിൽ വന്ന വിചാരങ്ങൾ കളവായിരുന്നു എന്ന് അവർക്ക് തോന്നി. അതാണ് കുദിബു. ദേ വേർ ലൈഡ് ടു. അവരോട് കളവ് പറയപ്പെട്ടു എന്ന് അവർക്ക് തോന്നി. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വ്യാഖ്യാനം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വ്യാഖ്യാനം എന്താ? ഖദ് കുദിബു എന്ന് പറഞ്ഞാൽ അവർ കളവാക്കപ്പെട്ടു. ആ പ്രവാചകന്മാർ കള്ളന്മാരാണ്, അവർ കളവ് പറയുന്നവരാണ്, അവർ പറയുന്ന സംഗതികൾ പൊള്ളയാണ്, ദോസ് വെർ ലൈസ് എന്ന് മറ്റുള്ള ആളുകൾ പറഞ്ഞു എന്നർത്ഥം. അത് ഇൻക്ലൂഡിങ് അവരുടെ അനുയായികളിൽ ചിലരടക്കം അങ്ങനെ പറയാൻ തുടങ്ങി എന്ന അർത്ഥത്തിലാണ് വലന്നു അന്നഹും ഖദ് കുദിബു. അപ്പൊ ഈ രണ്ട് വ്യാഖ്യാനത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ 4 വ്യാഖ്യാനങ്ങളെ ഈ രണ്ട് പാരായണങ്ങളെ മുൻനിർത്തിയിട്ടുള്ള 4 വ്യാഖ്യാനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ട് അപ്പൊ അതിനകത്ത് ഒരു ചോദ്യം കൂടെ വരാം. എന്തുകൊണ്ട് അപ്പൊ ഇത്തരം 7 രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ 7 രൂപത്തിലുള്ള പാരായണങ്ങൾ ഉണ്ടായി എന്നൊരു ചോദ്യം നമുക്ക് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരാം. അതിനുള്ള മറുപടി എന്താന്ന് വെച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പാരായണം ചെയ്യുമ്പോൾ പല രൂപത്തിൽ പാരായണം ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ പാരായണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വകവെച്ച് കൊടുത്തിട്ടുണ്ട്. അള്ളാഹിന്റെ വചനങ്ങളാണല്ലോ, അള്ളാഹു ആണല്ലോ നബിക്ക് ഇത് അവതരിപ്പിച്ചത്. അപ്പോൾ ചില സഹാബികൾ ചിലത് കേട്ടു. കാരണം നബിയുടെ സദസ്സിൽ എല്ലായ്പ്പോഴും എല്ലാവരും ഉണ്ടാവില്ല. ചിലത് കേൾക്കും, വേറെ ചിലർ മറ്റു സന്ദർഭത്തിൽ മറ്റു പാരായണം. ഇപ്പൊ ഖദ് കുദിബു എന്നുള്ളത് ഒരു സമയത്ത് പാരായണം ചെയ്യപ്പോൾ ഉണ്ടായിരുന്ന ആളായിരിക്കണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മറ്റു സന്ദർഭത്തിൽ കുദിബു എന്ന് പാരായണം ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിരിക്കണം ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമുക്കറിയാം മദീനയിൽ വെച്ചാണ് അല്ലെ? ഈ സൂറത്ത് അവതരിക്കുന്ന എവിടെയാ? മക്കയിലാണ്. ആമുൽ ഹുസ്ന് ആ സന്ദർഭത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീടായിരിക്കും അത് കേട്ടിട്ടുണ്ടാവുക. സ്വാഭാവികമാണത്. ഓക്കെ. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വ്യാഖ്യാനം വെച്ചിട്ടാണ് ആദ്യത്തെ ഇതിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനം നമ്മൾ എടുക്കുന്നത്. അതായത് പ്രവാചകന്മാർ പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെട്ട, നിരാശപ്പെടാൻ അടുത്ത ഒരു സന്ദർഭത്തിൽ വലന്നു. അപ്പൊ ആദ്യം നമ്മൾ അർത്ഥം പറയുന്നു വലന്നു, അവർ ഉറപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് കേട്ടോ. അതാണ് ഒരു വ്യാഖ്യാനം. അപ്പോൾ വലന്നു, അവർ ഉറപ്പിച്ചു, അവർ കൺവിൻസ്ഡ്, ദേ വർ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ്, അബ്സല്യൂട്ട്ലി കൺവിൻസ്ഡ് ദാറ്റ്
ഖദ് കുദ്ദിബു, അവർ കളവാക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ പ്രവാചകത്വത്തെ മറ്റുള്ളവർ സംശയിച്ചിരിക്കുന്നു. മനസ്സിലായി? ആ തോട്ട്, ആ ഒരു ചിന്ത അവരെ വല്ലാതെ ഓവർവം ചെയ്തു. അവരുടെ ചിന്തകളുടെ എല്ലാം മേലെയും അതായി മാറി. കാരണം നിരാശപ്പെടുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിരാശപ്പെടാൻ അടുക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, തങ്ങൾ പൂർണ്ണമായും തള്ളപ്പെട്ടു. ഇപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രവാചകനെ കുറിച്ചല്ല ഈ പറയുന്നത്. മനസ്സിലായോ? ഇദസ്തൈ അസ റുസുലു എന്നാ പറയുന്നത്. ഈ ലോകത്ത് വന്ന ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വന്ന സകല പ്രവാചകന്മാരെ കുറിച്ചും, ഓൾമോസ്റ്റ് ഓൾ ദ പ്രോഫറ്റ്സ്, അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒറ്റൊരു പ്രവാചകനെ കുറിച്ച് മാത്രം നമ്മൾ ഇത് മനസ്സിലാക്കരുത്. നൂഹ് നബി 950 വർഷം പ്രബോധനം ചെയ്ത നൂഹ് നബി ഉണ്ട് ഒരു ഭാഗത്ത്. കേവലം 23 വർഷം കൊണ്ട് ഇത് വിജയിപ്പിച്ചെടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. പക്ഷെ രണ്ടാൾക്കും ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ സൂറത്ത് ഇറങ്ങുന്ന ഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്താ? 9 വർഷമായിട്ടുള്ളൂ. 950 വർഷമുള്ള നൂഹ് നബിക്ക് ഉണ്ടായ അതേ ഫീലിംഗ് ആണ് വെറും 9 വർഷം കൊണ്ട് ആർക്കുണ്ടായത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായത്. താൻ പൂർണ്ണമായും കളവ് ആക്കപ്പെട്ടു. കുറച്ച് വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമല്ലേ തൻ്റെ അടുത്തുള്ളൂ. അങ്ങനത്തെ ഒരു നിരാശയുടെ ആ അറ്റത്ത്, ആ വക്കിൽ അവരെത്തിയപ്പോഴുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അപ്പൊ അവർക്ക് തോന്നി, നമ്മൾ പൂർണ്ണമായിട്ടും പിന്നെ എന്താ പറയാ, ഒരു ഒരു തങ്ങളുടെ സത്യസന്ധതയെയും തങ്ങളീ കൊണ്ടുവന്ന വിശ്വാസത്തിന്റെ, ആദർശത്തിന്റെ ജെന്യുവിനിറ്റി, അതിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയും ഈ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു അതായത് ഇപ്പൊ നമ്മള് ഈവൻ അവരുടെ അനുയായികൾ വരെ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അവർക്ക് തോന്നിയെന്നാണ് ശരിക്ക് വന്നു വേണ്ട. അവർക്കൊരു നിരാശയുടെ ആ ഒരു ഘട്ടം എത്തുമ്പോൾ അങ്ങനെ വരെ തോന്നും. അത് ഏതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ചില ആളുകൾ ഇപ്പൊ പന്ത് കളി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി, അങ്ങനത്തെ ഫുട്ബോൾ മാച്ചിന്റെ ഒക്കെ ടൈമിൽ ഒരു വിജയിക്കുന്ന ടീമിന്റെ ഒപ്പം ആളുകൾ ഭയങ്കരമായിട്ട് ആവേശത്തോടെ ഉണ്ടാവും. പക്ഷെ ആ ടീം പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അനുയായികൾ തന്നെ ചിലപ്പോൾ കാണാം, അവരിഷ്ടപ്പെടുന്ന ഫാൻസ് തന്നെ കാണാം, അല്ല കാണുന്നില്ലേ, നമ്മൾ മറ്റേ ഗ്രൗണ്ടിലേക്ക് അവർ വലിച്ചെറിയുന്ന അതേ അവരുടെ കളിക്കാരെ തന്നെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ ഭൂമിയിൽ കണ്ടിട്ടില്ലേ? ഈ ലോകത്ത് നമ്മൾ അത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അല്ലെ? അതുവരെ വലിയ ആരാധനയോടെ താരപരിവേഷത്തോടെ തോളത്തേറ്റി നടന്നിരുന്ന, നെഞ്ചത്ത് തേറ്റി നടന്നിരുന്ന ആളുകൾ അവർ തന്നെ ചിലപ്പോൾ വലിച്ചെറിയും. അവർ തന്നെ വലിയ കമന്റുകൾ, അവരെ കുറിച്ച് മോശം കമന്റുകൾ പറയും. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ, അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തില് അവർക്ക് തന്നെയും മനസ്സിന്റെ ഉള്ളില് ഒരു നിരാശയുടെ ഒരു ബോധം അവർക്ക് എന്ത് ചെയ്യും, അവരുടെ മനസ്സിലേക്ക് കടന്നു വരും. അതിനെക്കുറിച്ചാണ് വലന്നു അന്നഹും ഖദ് കുദ്ദിബു. അപ്പോൾ ആ സമയത്ത് വിശ്വാസം എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു അനുഭവമായിട്ട് മാറും. ഈവൻ ഫോളോവേഴ്സ് വരെ, അനുയായികൾ വരെ എന്ത് ചെയ്യാൻ തുടങ്ങും? സംശയിക്കാൻ തുടങ്ങും. അവര് തന്നെ പലപ്പോഴും പറയും, ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ? ഇത്രയും കാലം പറഞ്ഞത് എന്താ? പിന്നെ ഈ പ്രവാചകന്മാര് ശിക്ഷയെ കുറിച്ച് പറയുന്നു, വിജയത്തെ കുറിച്ച് പറയുന്നു, രണ്ടും വരുന്നില്ല. നമുക്ക് വിജയവും കിട്ടുന്നില്ല, സത്യനിഷേധികൾക്ക് പണിഷ്മെന്റും കിട്ടുന്നില്ല. ഇനി വേറൊരു ഘട്ടത്തിൽ യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇപ്പം ബദർ യുദ്ധമൊക്കെ നോക്കി, അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയേ. മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ? മദീനയില് ചെന്ന ഉടനെ ആ മദീനയിലെ ജൂതന്മാരും ഒക്കെ ആയിട്ട് വലിയൊരു കരാറൊക്കെ ഉണ്ടാക്കി വളരെ സമാധാനത്തിൽ കഴിയാണ്. പക്ഷെ അപ്പോഴേക്കാണ് എന്താ വന്ന? ബദർ യുദ്ധം വരുന്നു. കുറച്ചുപേർ അപ്പം മാറി നിൽക്കുന്നു. പ്രവാചകനിൽ വിശ്വസിച്ച കുറെ ആളുകൾ തന്നെ ബദറിൽ പോകാതെ മാറി നിൽക്കുന്നു. ഉഹദ് യുദ്ധത്തിൽ നോക്കൂ, 300 പേരാണ്. പ്രവാചകന്റെ ഒപ്പം യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട 300 പേരാണ് വഴിക്ക് വെച്ച് മാറിപ്പോയത്. നമ്മൾ ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്. കാരണം അള്ളാന്റെ റസൂലിനെ കൺമുന്നിൽ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിൽ സമ്പൂർണമായി വിശ്വസിച്ചു എന്ന് എല്ലാവരും കരുതുകയും ചെയ്യുന്ന 300 പേരാണ് ഇടയ്ക്ക് വെച്ച് മാറിപ്പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ പ്രവാചകന്റെ മനസ്സിൽ ഉണ്ടായേക്കാവുന്ന വിചാരം എന്തായിരിക്കും? തങ്ങളുടെ അനുയായികൾക്ക് തന്നെ ഇതിനൊന്നും വിശ്വാസമില്ലേ, ശത്രുക്കൾ പോട്ടെ. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് അള്ളാഹു പറയുന്നത് ഫജാഅഹും നസ്റുന, അല്ലെങ്കിൽ ഫായില
ഹത്താ ഇദ ഇസ്തൈഅസ റുസുലു വളന്നു, അവര് പൂർണ്ണമായും വിശ്വസിച്ചു കഴിഞ്ഞപ്പോ, അല്ല, അവർക്ക് പൂർണ്ണമായും കൺവിൻസ്ഡ് ആയപ്പോ, ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോ, അന്നഹും ഖദ് കുദ്ദിബു, അവര് പൂർണ്ണമായിട്ടും അവിശ്വസിക്കപ്പെട്ടു, കളവാക്കപ്പെട്ടു. അവരുടെ വിശ്വാസത്തെയും അവരുടെ ആദർശത്തെയും ആളുകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ജാഅഹും നസ്റുന, നമ്മുടെ സഹായം. അതായത് ഇത്തരം പ്രയാസകരമായ സന്ദർഭത്തിലാണ് നിഫാഖ് പുറത്തു വരിക ഉണ്ടല്ലോ. അതായത് എല്ലാം സ്മൂത്തായി പോകുമ്പോൾ ഒരുപാട് പേരുണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് അള്ളാഹു സൂറത്തുൽ ഹജ്ജിൽ പറയുന്നത്, ഒമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. ജനങ്ങളിൽ കുറച്ച് ആളുകളുണ്ട്, അവർ തെല്ലത്ത് നിന്ന് അള്ളാഹുവിനെ ആരാധിക്കും. ഈ തെല്ലത്ത് നിന്ന്, ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു വക്കിൽ, ഒരു സൈഡിൽ നിന്നിട്ട് അള്ളാഹിനെ ആരാധിക്കും. അവർക്ക് നല്ലതാണ് ബാധിക്കണമെങ്കിൽ അവർ വളരെ ഹാപ്പിയാണ് അല്ലെ. പക്ഷെ എന്തെങ്കിലും പ്രയാസം വന്നാലോ അപ്പൊ അവര് ഇൻഖലബ അലാ ഖിബൈഹി, അവര് അത് കപട വിശ്വാസികളെ പറ്റിയിട്ടല്ലേ പറയാ അങ്ങനെയുള്ള. അതെ, കപടവിശ്വാസം എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, പ്രയാസകരമായ ഘട്ടത്തിലാണ് കപടവിശ്വാസം പുറത്തു വരിക. അതായത് അതുവരെ വിശ്വാസം ഉണ്ടാവും, പക്ഷെ പ്രയാസം വന്നപ്പോൾ ആ വിശ്വാസത്തിന് എന്ത് സംഭവിച്ചു? കാപട്യം വന്നു ചേർന്നു. നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അതായത് നമുക്ക് പടച്ചോൻ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ, അങ്ങനത്തെ കാപട്യം വരാതെ നമ്മൾ സൂക്ഷിക്കണം. എന്തുകൊണ്ടാ? നമുക്ക് അനുഗ്രഹം ഉണ്ടാവുമ്പോൾ, നല്ല സമ്പത്തും നല്ല ആരോഗ്യവും നല്ല ജോലിയും ഒക്കെ ഉണ്ടാവുമ്പോൾ പള്ളിയിൽ കൃത്യമായിട്ട് പോകും. പക്ഷെ ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ അവനെ പള്ളിയിലേക്ക് കാണൂല. കാരണം ഞാൻ ഇനി നിസ്കരിച്ചിട്ട് എന്തിനാ, എൻ്റെ പടച്ചോൻ എൻ്റെ ഒപ്പം ഉണ്ടായില്ല, എൻ്റെ ജോലി പോയി. അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ ഇനിയിപ്പോൾ എന്തിട്ട് നോക്കാനാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കണേ, ഇങ്ങനെ ചില ആളുകളെ കാണൂലേ. അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാ? അവിടെയാണ് ഈ കാപട്യം പുറത്തു വരിക. അപ്പൊ അത് കാപട്യത്തിന്റെ ലക്ഷണമാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തില്, പ്രവാചകന്മാരെ വിശ്വസിച്ച അനുയായികളുടെ കൂട്ടത്തിൽ അങ്ങനെയും ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ്, അതായത് അവരെ സംബന്ധിച്ച് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് അവർക്ക് ബോധ്യപ്പെടുക എപ്പോഴാ? വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മൊമെന്റിലാണ്. നമ്മളെ പോലത്തെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും മാറിപ്പോകുന്ന ആളുകളെ കുറിച്ച് അല്ല ഈ പറയുന്നത്, മറിച്ച് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മൊമെന്റുകളിൽ മാറിപ്പോകുന്ന ആളുകളെ കുറിച്ച്. യുദ്ധം പോലത്തെ സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ വളരെ ശക്തമായ എതിർപ്പ്, സമൂഹത്തിൽ നിന്ന് വളരെ ശക്തമായ എതിർപ്പ്, ഏറ്റവും കഠിനമാവുന്ന ശത്രുക്കൾ ഏറ്റവും കൂടുതലായിട്ട് മർദ്ദനക്ക് ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിൽ, ആ ഒരു ഘട്ടത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ജാഅഹും നസ്റുന, നമ്മുടെ സഹായം അവർക്ക്. ഈ നസ്ർ എന്ന് അറബിയിൽ, പ്രത്യേകിച്ച് ഖുർആനിൽ എവിടെയൊക്കെ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ടോ അത് മിക്കവാറും ഒരു മിലിറ്ററി സപ്പോർട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് മിലിറ്ററി എയ്ഡ് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നത്, അതായത് കൃത്യമായിട്ട് ആ യുദ്ധ സന്ദർഭത്തിലുള്ള വിജയം, ആ പോരാട്ടത്തിലുള്ള വിജയം. മനസ്സിലായി? അപ്പൊ ഇദാ ജാഅ നസ്റുള്ള എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ബദർ മക്ക വിജയത്തിന്റെ ആ ഘട്ടത്തിൽ വന്ന ഒരു സഹായത്തെ കുറിച്ചാണ് ആ പറയുന്നത്. വലഖദ് നസറക്കുമുല്ലാഹു ബി ബദർ എന്ന് സൂറത്തുൽ അൻഫാലിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചു. അപ്പൊ അത്തരം സഹായത്തെ കുറിച്ച് പറയുന്നത് എന്തിനാണ്? ഒരു സൈനിക സഹായം, അതായത് ഒരു പോരാട്ടത്തിന്റെ സന്ദർഭത്തിൽ, ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ ലഭിക്കുന്ന ആ സഹായത്തിനാണ് എന്ത് പറയാ? നസ്ർ എന്ന് പറയാം. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇവിടെ അപ്പൊ ഫനുജ്ജി മന്നശ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വ്യാഖ്യാനം വെച്ചിട്ട് പൂർണ്ണമായ അർത്ഥം പറയണ്ട. ഫനുജ്ജിയ മന്നശ, അപ്പൊ നാം എന്ത് ചെയ്യുന്നു? നാം, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തപ്പെട്ടു. നുജ്ജിയ എന്ന് പറയുന്നത് അപ്പൊ പാസീവ് വോയിസ് ആയിട്ടാണ്, മജ്ഹൂലായിട്ടാണ്. ആരാണ് രക്ഷപ്പെടുത്തിയെന്നില്ല, മറിച്ച് രക്ഷപ്പെടുത്തപ്പെട്ടു. ഫനുജ്ജിയ, രക്ഷപ്പെടുത്തപ്പെട്ടു. മന്നശ, നാം ഉദ്ദേശിക്കുന്നവരെ. ശരിക്കും പറയേണ്ടിയിരുന്നത് എന്താ? നാം ഉദ്ദേശിച്ചവരെ എന്നല്ലേ പറയേണ്ടിയിരുന്നത് ശരിക്കും വാചകത്തിന്റെ ഘടന വെച്ച് നോക്കുമ്പോൾ. കാരണം കഴിഞ്ഞുപോയ ചരിത്രം പറയാണല്ലോ, പാസ്റ്റ് ഹിസ്റ്ററി, പ്രവാചകന്മാരുടെ പാസ്റ്റ് ഹിസ്റ്ററി പറയണം അല്ലെ. അപ്പൊ അവിടെ പറയേണ്ടിയിരുന്നത് ഫനുജ്ജിയ മൻ ശിഅ്ന, നാം ഉദ്ദേശിച്ചവർ രക്ഷപ്പെടുത്തപ്പെട്ടു. those we thought or those whom we believed were rescued എന്നാ പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ അള്ളാഹു പറയുന്നത് എന്താ? ഫനുജ്ജിയ മൻ നശ, നാം ഉദ്ദേശിക്കുന്നവരെ. അതായത് ഒരു പാസ്റ്റ് കാര്യം പറയുന്നിടത്ത് ഒരു പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. നുജ്ജിയ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. നശ എന്നുള്ളത് എന്താ? ഫ്യൂച്ചർ ടെൻസ് ആണ്, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് ആണ്
അല്ല, അറബി ഭാഷയിൽ മുലാരി എന്ന് പറയുന്നത്. അതിന് അറബി ഭാഷയുടെ പ്രത്യേകിച്ച് ഈ ഖുർആന്റെ ഇത്തരം പ്രയോഗങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഉലൂമുൽ ഖുർആൻ, ബലാഗ എന്നൊക്കെ പറഞ്ഞു. അതിനെ പറയാം ഇദ്മാജ് എന്ന് പറയാം. ഇദ്മാജ് എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ. ഫ്യൂഷൻ മ്യൂസിക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താ അത് ഫ്യൂഷൻ? ഒരു രണ്ട് ടൈപ്പ് മ്യൂസിക് എന്ത് ചെയ്യും, ഒന്നിച്ച് ചേർക്കുന്നതിനാണ് ഫ്യൂഷൻ മ്യൂസിക് എന്ന് പറയുക. ഇതുപോലെ ഭാഷയിൽ അള്ളാഹു പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും കൂടെ മിക്സ് ആക്കിയിട്ട് പറയണത്. അതിന് വളരെ ഒരു അമേസിങ് മീനിങ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ പ്രവാചകന്മാരെ കളവാക്കിയവരുടെ കൂട്ടത്തിൽ പ്രവാചകന്മാർ വിചാരിച്ചു അവരൊക്കെ നമ്മളെ കളവാക്കുകയാണെന്ന്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ വിശ്വാസം ഒളിപ്പിച്ചു വെച്ചവരുണ്ടാകാം. അവർ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ പ്രവാചകന്മാർ വിശ്വസിച്ചത് അവരെന്താണ്, നമ്മളെ കളവാക്കിയവരുടെ കൂട്ടത്തിലാണെന്നാണ്. പക്ഷെ അള്ളാഹ്ക്കറിയാം അവരങ്ങനെയല്ല. അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിയവരെയും കൂടി അള്ളാഹു രക്ഷപ്പെടുത്തി. ഇപ്പൊ നോക്കൂ, സൂറത്ത്, ഞാനിവിടെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് എവിടെ അത്, അതാ സൂറത്തുൽ ഫതഹിലെ 25-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട്, ഹുമുല്ലദീന കഫറു വസദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം വൽ ഹദിയ മഅകൂഫൻ അൻ യബ്ലുഗ മഹല്ലഹു വലൗലാ റിജാലുൻ മുഅ്മിനൂന വനിസാഉം മുഅ്മിനാത്തുൻ ലം തഅലമൂഹും അൻ തതഊഹും ഫതുസീബക്കും മിൻഹും മഅറത്തൻ ബിഗൈരി ഇൽമിൻ ലിയുദ്ഖിലല്ലാഹു ഫീ റഹ്മതിഹി മൻ യശാ വലൗ തസയ്യലു ലഅദ്ദബ്ന അല്ലദീന കഫറൂ മിൻഹും അദാബൻ അലീമ. മീനിങ് എന്താന്ന് വെച്ചാൽ, ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ മക്കം ഫതഹിന്റെ ആ ഒരു ഘട്ടം വരുമ്പോൾ ആ ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 യുദ്ധം നടത്തിയിട്ടാണ് ഹുദൈബിയയിൽ പോകുന്നത് അല്ലേ? ഏതൊക്കെ? ബദർ യുദ്ധം, ഉഹുദ് യുദ്ധം, ഖന്തക് യുദ്ധം. ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം, ഹിജ്റ 3-ാം വർഷം ഉഹുദ് യുദ്ധം, ഹിജ്റ 4-ാം വർഷം ഖന്തക് അഹ്സാബ് യുദ്ധം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടിട്ട് ഉംറ ചെയ്യാൻ വേണ്ടി, ഹജ്ജ് ഉംറയ്ക്ക് ഉദ്ദേശിച്ചിട്ട് ഹിജ്റ 4-ാം വർഷം, അല്ല സോറി 5-ാം വർഷം പിന്നെ എവിടെ പോകുന്നത്? മക്കയിലേക്ക് പോകുന്നത്. ആ ഒരു ഘട്ടത്തില് പിന്നെ അവിടെ വെച്ച് അള്ളാഹു പറയാണ്, ഹുദൈബിയയില് വെച്ചിട്ടൊരു യുദ്ധം നടക്കാതിരുന്നതിന്റെ കാരണം അവിടെ മക്കയിൽ ചില മുസ്ലിങ്ങളായിട്ടുള്ള മുഅ്മിനുകളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് താങ്കൾക്കറിയില്ല. ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് താങ്കൾ യുദ്ധം ചെയ്യാതെ അവിടുന്ന് ഒരു സന്ധിയിൽ ഏർപ്പെടാൻ താങ്കൾക്ക് സാധിച്ചിട്ടത്. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അവൻ്റെ മശീഅത്ത് കൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അതായത് ഈ പ്രവാചകന്മാർ വിചാരിക്കും എല്ലാവരും അങ്ങനെയുണ്ടല്ലോ, എല്ലാവരും നമ്മളെ കളവാക്കിയ, അതാണല്ലോ വലന്നു അന്നഹും കത് കുദിബ് എന്ന് അതാണല്ലോ നമ്മളിപ്പോൾ വ്യാഖ്യാനം പറയുന്നത്. എല്ലാവരും നമ്മളെ കളവാക്കിയവരാണ്. അങ്ങനെ ചില ആളുകൾ, അനുയായികൾ വരെ തങ്ങളെ കളവാക്കിക്കൊണ്ട് തങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോകാൻ തോന്നുന്നു. അവിടെ വച്ച് അള്ളാഹു പറയാണ്, അല്ല, അങ്ങനെയല്ല. ആ അവിശ്വാസികളെന്ന് താങ്കൾ കരുതുന്ന അവരുടെ കൂട്ടത്തിൽ വരെ ചില വിശ്വാസികളുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ വെച്ചിട്ട് പറഞ്ഞല്ലോ, തായിഫിൽ വെച്ച് തന്നെ കല്ലെറിഞ്ഞ ആളുകളോട് പറഞ്ഞ, അവരെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞെന്താ? ഇവരെ നശിപ്പിക്കണ്ട. കാരണം എന്താ? അഥവാ ഇവർ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ മക്കളെങ്കിലും അടുത്ത തലമുറയെങ്കിലും വിശ്വസിച്ചാലോ. അതിൽ നമുക്കുള്ള പാഠം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരെയും ഒരു സംഘി അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ RSS എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളാണ് അല്ലെ. നമ്മൾ ഒരുപാട് പേര് അങ്ങനെ ബ്രാൻഡ് ചെയ്ത് നിർത്തിയേക്കണം. അവരൊക്കെ സംഖ്യയാണ്. നമ്മളുടെ സംബന്ധിച്ച് കാണുന്ന നമ്മളുടെ മനസ്സിൽ വരുന്ന എല്ലാവരും ഈ വിശ്വാസത്തെ, മുസ്ലിങ്ങളെ എതിർക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇന്ത്യയിൽ നമ്മൾ നോക്കൂ, നല്ലൊരു ശതമാനം പേര് ഈ പറഞ്ഞ വിശ്വാസം ഇല്ലാത്തവരാണ്. ഈ ഇത്ര തീവ്ര ഹിന്ദുത്വ ആശയങ്ങളൊന്നും ഇല്ലാത്തവരാണ്. നമ്മുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് അത്തരം ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അത്തരം ആളുകളെ നമ്മളോടൊപ്പം ഈ തീവ്ര ഹിന്ദുത്വത്തിന്റെ പിടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യം കൂടിയാണ്. അപ്പൊ ആ ഒരു പോയിന്റാണ്
ഇങ്ങനെ ഫനുജിയ മൻ നശാ എന്ന് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നാം ഉദ്ദേശിക്കുന്നവരാണ് രക്ഷപ്പെടുത്തുക. താങ്കളിൽ വിശ്വസിച്ചവരെ അല്ല രക്ഷപ്പെടുത്തിയത്. മനസ്സിലാവുണ്ടോ? ഞാൻ പറയണ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ഫനുജിയ മൻ നശാ എന്ന് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ പ്രവാചകനെ കളവാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ നാം ഉദ്ദേശിച്ചവരെ നാം രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുത്തപ്പെട്ടു. വൈ? ബിക്കോസ് ദർ ആർ സം പീപ്പിൾ ഹൂ ബിലീവ്, ഹൂ ഹാവ് ഫെയ്ത്ത് ഇൻസൈഡ് ദർ ഹേർട്ട്, ബട്ട് ദേ ഡിഡ്ന്റ് എക്സ്പ്രസ് ഇറ്റ്. അങ്ങനെയും ആളുകൾ ഉണ്ടാവും. നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന ആളുകളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അവർ അത് പറയുന്നില്ല? അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തുകൊണ്ട് അവർ പ്രഖ്യാപിക്കുന്നു? അങ്ങനെയൊന്നും പ്രഖ്യാപിക്കൂല ആളുകൾ, അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൗത്യം എന്താ? അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ദൗത്യമായിരിക്കണം. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾ അവരെയും കൂടി അകറ്റുന്ന പരിപാടി ആയിരിക്കരുത് നമ്മുടേത്. അവരെയും കൂടി നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് അകറ്റുന്ന രൂപത്തിൽ എല്ലാം കാടടച്ച് അവരൊക്കെ ഹിന്ദുക്കളൊക്കെ കാഫർ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റവരൊക്കെ സംഘികൾ എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട്, ആ സമീപനം നമ്മൾ മാറ്റണം. അത് അള്ളാഹു നമ്മളോട് ശരിക്കും പറഞ്ഞു തരുന്ന ഈ ഖുർആന്റെ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ഖുർആന്റെ ബലാഗ എന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം അതുകൂടിയാണ്. ആ മീനിങ്ങിന്റെ ഉള്ളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സംഗതി അതാണ് എന്നുകൂടി നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം കേട്ടോ. അതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ അള്ളാഹു ആണ് തീരുമാനിക്കുക ആരാണ് വാസ്തവത്തിൽ രക്ഷപ്പെടുത്തപ്പെടേണ്ട ആളുകൾ. പ്രവാചകന്മാരെ കളവാക്കിയവരുടെ കൂട്ടത്തിലുള്ള നല്ല ആളുകളെ പോലും അള്ളാഹു രക്ഷപ്പെടുത്തും. അവരെയും കൂടി അതായത് അത് പ്രവാചകന്മാർക്ക് പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ലൈൻ, ഈ ഫനുജിയ മന്നശ എന്നുള്ള പറയുന്നതിലൂടെ അള്ളാഹു ആ ഒരു ലൈൻ വരയ്ക്കാണ്. താങ്കളിൽ വിശ്വസിച്ചു എന്ന് ബോധ്യപ്പെട്ടവരെ മാത്രമല്ല രക്ഷപ്പെടുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ രക്ഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവരെ. സോ യു ഡോണ്ട് നോ, ദോസ് പ്രോഫറ്റ്സ് ഡിഡ്ന്റ് നോ ദാറ്റ് whom should be actually rescued. ആരെയാണ് കൃത്യമായും രക്ഷപ്പെടുത്തേണ്ടത് എന്നത് ആ പ്രവാചകന്മാർക്ക് പോലും അറിഞ്ഞൂടാ. മറിച്ച് എനിക്കാണ് അറിയുക എന്ന് അള്ളാഹ് പറയാണ്. മനസ്സിലാവുണ്ടോ? എനിക്കാണ് അത് അറിയുക. ആ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഓക്കെ, ഇനി വലാ യുറദ്ദു ബഅ്സുന അനിൽ ഖൗമിൽ മുജ്രിമീൻ. നമ്മുടെ കഠിനമായ ശിക്ഷ, അത് ശരിക്കും ബഅ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഷ്, ഒരു ഡിഫിക്കൽറ്റി എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും ബഅ്സ് പറയുക. ഇപ്പോൾ അദാബുൻ ബഈസ് എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതികഠിനമായ ശിക്ഷ. ഈ സൂറത്തിൽ തന്നെ ലാ തബ്തഇസ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം ബിന്യാമിനോട് പറഞ്ഞിട്ടുണ്ട്. ലാ തബ്തഇസ് എന്ന് പറഞ്ഞാൽ നിനക്കൊരു ഹാർഡ് ഫീലിംഗ് ഉണ്ടാവരുതെന്നാണ്. അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർ മുമ്പ് പ്രവർത്തിച്ചു പോയതിനെ കുറിച്ച്, ബ്രദേഴ്സിനെ കുറിച്ച് പറയാണ് യൂസുഫ് അലൈഹിസ്സലാം ബിന്യാമിനോട് പറയുന്നത്. ഫലാ തബ്തഇസ്, യു ഡോണ്ട് ഫീൽ എനി ഹാർഷ്നെസ്. മനസ്സിലൊരു ഒരു കാഠിന്യം, ഒരു പരുഷത്വം, അങ്ങനെയുണ്ടല്ലോ, ഒരു റഫ്നെസ്, അത് ഫീൽ ചെയ്യരുത് എന്നത് പറയണം. നഹ്നു ഉലി ബഅസിൻ ഷദീദ് എന്ന് ഖുർആനിൽ തന്നെ ചില ഒരു അഹങ്കരിച്ചൊരു സമുദായത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നത്, അവർ പറയുന്നത് ഞങ്ങൾ ഭയങ്കര ശക്തമായ കരുത്തുള്ള ആളുകളാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞ വാക്കാണ് നഹ്നു ഉലു ബഅസിൻ ഷദീദ്. ഞങ്ങൾ നല്ല ശക്തരായിട്ടുള്ള ആളുകളാണ്, ശക്തിയുടെ മൈറ്റിന്റെ ആളുകളാണ്. ഈ ഹദീദിനെ കുറിച്ച്, അയറൺ, ഇരുമ്പുണ്ടല്ലോ, ഇരുമ്പ് ഇറക്കിയതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ? അൻസൽനൽ ഹദീദ ഫീഹി ബഅ്സുൻ. നാം ഇരുമ്പ്, സ്റ്റീൽ അവതരിപ്പിച്ചു. അള്ളാഹു പറയുന്നത് സ്റ്റീല് ഇറക്കി തന്നു. ഫീഹി ബഅ്സ്, അതിലെന്തുണ്ട്? നല്ല പവർ ഉണ്ട്. ആ പവർ വെച്ചിട്ടാണ് ഇന്ന് റോക്കറ്റും വിമാനങ്ങളും യുദ്ധോപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അതാണ് ആ ബഅ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വലായുറദ്ദു ബഅ്സുന, നമ്മുടെ ആ മൈറ്റ്, ആ കരുത്ത്, ആ ശക്തമായ കഠിനമായ നമ്മുടെ ശിക്ഷ, അത് തള്ളപ്പെടുകയില്ല. ഫലായുറദ്ദു ബഅ്സുന അനിൽ ഖൗമിൽ മുജ്രിമീൻ. ക്രിമിനലുകളായിട്ടുള്ള, മുജ്രിം എന്ന് പറഞ്ഞാൽ അജ്റമ യുജ്രിമു എന്ന് പറഞ്ഞാൽ ഒരു ക്രൈം ചെയ്യുന്നതിനാണ്, ടു കമ്മിറ്റ് എ ക്രൈം. അപ്പോൾ മുജ്രിമീങ്ങളായിട്ടുള്ള ഈ അറബികൾ ശരിക്കും സംസാരിക്കുമ്പോൾ, അറബികളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ആളുകൾ തമാശക്കൊക്കെ പറയും ഇന്നഹു മുജ്രിം, അവനൊരു കുറ്റവാളിയാണ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആണെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അതൊരു അങ്ങനെയുള്ള ഒരു പാപം ചെയ്യുന്ന ആള് എന്നുള്ള അർത്ഥത്തിൽ പറയണം. അപ്പൊ ഇവിടെ രക്ഷപ്പെടുത്തപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു ഉദ്ദേശിക്കുന്ന
മനസ്സിൻ്റെ ഉള്ളിൽ വിശ്വാസമുള്ള ആളുകളേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തും. പക്ഷെ വലായുറദ്ദു ബഅസുന അനിൽ ഖൗമിൽ മുജ്രിമീൻ, ക്രിമിനലുകളായിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള സമുദായത്തിൽ നിന്ന്, അത്തരം സമൂഹങ്ങളിൽ നിന്ന് എൻ്റെ കഠിനമായ ശിക്ഷ തടയപ്പെടുകയില്ല. ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ പ്രവാചകന്മാർ വന്നിട്ടുള്ളത്, പ്രവാചകന്മാരൊക്കെ തൻ്റെ സമുദായങ്ങളെ വിളിക്കുക എങ്ങനെയാണ്? യാ കൗമി, എൻ്റെ ജനത എന്നാ വിളിക്കുക. ആ യാ കൗമി എന്ന് വിളിക്കുന്നിടത്ത് ആരൊക്കെയുണ്ട്? മുഅ്മിനുകളുണ്ട്, കാഫിറുകളുണ്ട്, അല്ലേ? അവർ കാഫിറായിരിക്കെ തന്നെ പ്രവാചകന്മാരെ എങ്ങനെയാ വിളിക്കുക? കൗമി എന്നാ വിളിക്കുക, എൻ്റെ ജനതയെ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏത് നാട്ടിൽ നിന്നാണോ വരുന്നത്, ആ നാട്ടിലെ മൊത്തം ജനതയും നമ്മുടെ കൗമാണ്. നമ്മൾ കൗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ അത് കൗമാണോ എന്ന് ചോദിക്കും, അല്ലേ? അവൻ കൗമാണോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? മീമാണോ എന്നാണ്. അത് മുസ്ലിം ആണോന്നാ? അത് മുസ്ലിം ആണെന്ന അർത്ഥത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ പ്രവാചകന്മാർ അത് വിളിച്ചത് എന്തിനാ? കൗം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഉൾക്കൊള്ളുന്ന, എൻ്റെ ജനതയെ എന്ന അർത്ഥത്തിലാണ് ആ വിളിക്കുന്നത്. എൻ്റെ ജനമേ, മൈ പീപ്പിൾ എന്ന അർത്ഥത്തിലാണ്. പക്ഷെ അങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് അവിശ്വാസവും വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ മുജ്രിമീങ്ങൾ ഒറ്റ കൗമാണ്. അതാണ് ഈ വലായുറദ്ദു ബഅസുന അനിൽ ഖൗമിൽ മുജ്രിം. അവിടെ ഒരു ബോർഡർ, ഒരു അതിർത്തി അള്ളാഹു നിശ്ചയിക്കുകയാണ്. അത് പ്രവാചകന്മാരുള്ള കാലത്താണ് അങ്ങനെ സംഭവിക്കുക. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? കൃത്യമായിട്ട് മുജ്രിമുകളെ മാറ്റി നിർത്തി എന്ത് ചെയ്യും? ശിക്ഷിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ? ഇപ്പൊ ഒരു ഭൂകമ്പം വന്നാൽ അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ടാവും ചിലപ്പോ, അല്ലെ? ഒരു വെള്ളപ്പൊക്കം, 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ അത് മുസ്ലിങ്ങളെ മാത്രമാണോ രക്ഷപ്പെടുത്തിയത്? അല്ലല്ലോ. കാലിഫോർണിയയില് ലോസ് ഏഞ്ചൽസിൽ മറ്റേ കാട്ടുതീ പടർന്നപ്പോൾ അതിനകത്ത് എല്ലാവരും പെട്ടിട്ടുണ്ട്, അല്ലെ? പള്ളികളടക്കം, പള്ളിയിലുള്ള വിശ്വാസികളടക്കം അതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രവാചകന്മാരുടെ കാലത്താണ് അങ്ങനെ ഒരു ബോർഡർ, ഒരു കൃത്യമായ ബോർഡർ. വിശ്വാസികൾ അള്ളാഹു രക്ഷപ്പെടുത്തും, പിന്നെ അവിശ്വാസികൾ അള്ളാഹു ശിക്ഷിക്കും. ഇന്നഹും ഖൗമുൻ മുഗ്റഖൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആരെക്കുറിച്ച്? ഈ നൂഹ് നബിയുടെ കാലത്തുണ്ടായ പ്രളയത്തിൽ മുങ്ങിപ്പോയവരെ കുറിച്ച്. അതുപോലെ ഫിർഔന്റെ ആ ചെങ്കടലിൽ മുക്കിക്കൊന്ന ആളുകളെ കുറിച്ചും ഖൗമുൻ മുഗ്റഖൂൻ, അവര് മുങ്ങുന്ന ജനതയാണ്. അപ്പൊ ആ കൗമ് എന്നുള്ളത് പ്രവാചകന്മാരുടെ പ്രബോധനം നടക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെട്ടവരാണ് കൗമ്. പക്ഷെ വിശ്വാസം വ്യക്തമായി അവിശ്വാസം വ്യക്തമായി അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, അതായത് ഈ അവിശ്വാസികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടം പ്രവാചകന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ശിക്ഷിക്കുക ആരെയാണ്? ക്രിമിനലുകളെ. എന്നിട്ടോ വിശ്വാസികളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് ഖുർആനിൽ അങ്ങനത്തെ ഒരുപാട് കാണാൻ പറ്റൂലേ? ഇപ്പോ ഈ ലൂത്ത് നബിയുടെ സമുദായത്തെ ശിക്ഷിച്ചപ്പോ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഹിജാറത്തൻ മുസവ്വമത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കല്ല്, പേരെഴുതിയ കല്ലാണ് അയച്ചത് അള്ളാഹു. അത് ഓരോ കല്ലിലും നശിപ്പിക്കേണ്ട ആളുകളുടെ പേരെഴുതി വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ആ കല്ല് പോയിട്ട് ആരുടെ മേത്താണ് കൊള്ളുക എന്നതുപോലും അള്ളാഹു തീരുമാനിച്ചു വെച്ചിരുന്നു. അങ്ങനെയാണ് ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചത്. അവരുടെ മേല് ഈ ഭൂമി കീഴ്മേൽ മറിക്കുകയാണല്ലോ ചെയ്തത്, അല്ലെ? ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചപ്പോൾ ഭൂമി കീഴ്മേൽ മറിക്കുകയാണ് ചെയ്തത്. കീഴ്മേൽ മറിഞ്ഞപ്പോൾ വലിയ വലിയ പാറക്കല്ലുകൾ, ചരൽക്കല്ലുകൾ വന്ന ആളുകളുടെ ദേഹത്ത് പതിക്കുകയാണ് ചെയ്തത്. ആ പതിച്ചപ്പോൾ ഓരോ കല്ലും ആരുടെ ദേഹത്താണ് പതിക്കേണ്ടത്, ആരുടെ ശരീരത്തിലാണ് അത് വീഴേണ്ടത്, ആരെയാണ് ഓരോ കല്ലും നശിപ്പിക്കുന്നത് എന്നത് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചതെന്നാണ് പറയുന്നത്. ഖുറാനിൽ പറയുന്ന സംഗതിയാണത്. എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ സ്ട്രൈക്കാണത്. അവിടെ കൊളാട്രൽ ഡാമേജ് ഇല്ല, ഫ്രണ്ട്ലി ഫയർ ഇല്ല, വിശ്വാസികളൊക്കെ രക്ഷപ്പെടുത്തും, അല്ലെ? വിശ്വാസികളെ നൂഹ് നബിയുടെ സമുദായത്തെ എങ്ങനെ രക്ഷപ്പെടുത്തിയ? അവരൊക്കെ കപ്പലിൽ കയറി, അല്ലെ? കപ്പലിൽ കയറിയവരൊക്കെ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവരോ മരിച്ചുപോയി. സമൂദ് ഗോത്രം എങ്ങനെ നശിപ്പിക്കപ്പെട്ട? ഫഅമ്മാ സമൂദു ഫഉഹ്ലികു ബിത്വാഗിയ. വലിയൊരു ശബ്ദം, ആ ശബ്ദം വന്നപ്പോ സമൂദില് അവിശ്വാസികൾ മാത്രം മരിച്ചു വീണു. വിശ്വാസികളോ? അവരെ ശബ്ദം ബാധിച്ചില്ല. ആ ഡെസിബൽ, സൗണ്ടിന്റെ ഡെസിബൽ വിശ്വാസികളുടെ അടുത്ത് കുറഞ്ഞു, അവിശ്വാസികളുടെ. ആദ് സമൂഹം എങ്ങനെ നശിപ്പിക്കപ്പെട്ട? സഖറഹ, അല്ലെ? ഫഅമ്മാ ആദുൻ ഫഉഹ്ലികു ബിരീഹൻ സർസറിൻ ആതിയ സഖറഹ അലൈഹിം സബഅ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ. ആദ് സമൂഹം നശിപ്പിക്കപ്പെട്ടത്
ഒരു അടിച്ചു വീശുന്ന കാറ്റ് 7 സബഅലയാലിൻ 7 രാത്രിയും സമാനിയത അയ്യാമിൻ 8 പകലും നിരന്തരമായിട്ട് അടിച്ചു വീശി. അപ്പോൾ ഹൂദ് നബിയും അനുയായികൾ എവിടെ പോയി? അവർ ഈ കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് അള്ളാഹു പ്രവാചകന്മാർക്ക് സഹായം എത്തിക്കുമ്പോൾ അള്ളാഹു. അപ്പം നമ്മൾ ചോദിക്കും, ഇന്നിപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സഹായം വരാത്തത് അല്ലേ? സഹായം എന്തുകൊണ്ട് വരുന്നില്ല? അതിനുത്തരം, ഇന്ന് അത്തരം ഒരു പ്രവാചകനെ അയച്ചിട്ട് ആ പ്രവാചകനോടൊപ്പം ഒരു മുഅ്ജിസത്ത് അയച്ചിട്ട് ആ മുഅ്ജിസത്തിനെ കണ്ടിട്ടും അവിശ്വസിക്കുന്ന ഒരവസ്ഥ ഇന്നില്ല. ഒരു മുഅ്ജിസത്ത് ഉണ്ട്, അതെന്താ? നിലവിലൊരു മുഅ്ജിസത്ത് ഉണ്ട്, അതേതാ? ഖുർആൻ. ഖുർആൻ. ആ ഖുർആൻ ഉണ്ട്, അതൊരു മുഅ്ജിസത്താണ്. പക്ഷെ അതേ ഖുർആനിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുമില്ലേ? അതേ മുഅ്ജിസത്തിന്. ഏതുപോലെ? ഫിർഔൻ മൂസാ നബി വടി നിലത്തിട്ടപ്പോൾ പാമ്പായി. അത് കണ്ടു. പക്ഷെ എന്താ പറഞ്ഞത്? ഇതെന്താണ്? സിഹറാണ് അല്ലെ? സിഹറാണ്. അതുപോലെ ഇന്ന് ഖുർആൻ കണ്ടിട്ടും, അതുകൊണ്ട് ഖുർആനെ കുറിച്ച് അള്ളാഹ് തന്നെ പറഞ്ഞ എന്താ? യഹ്ദി ബിഹി മയ്യശ വയുളില്ലു ബിഹി മയ്യശ. ഈ ഖുർആൻ ഉപയോഗിച്ചിട്ട് നമ്മളൊക്കെ സന്മാർഗത്തിലായതുപോലെ ഇതേ ഖുർആൻ ഉപയോഗിച്ചിട്ട് വഴിതെറ്റുന്നവരുണ്ട്. അവർ ഖുർആനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ അതിന്റെ ക്രോഡീകരണത്തിൽ സംശയം വരും. ഈ 7 ഖിറാഅത്തിനെ കുറിച്ച് സംശയം, നമ്മളിപ്പോൾ പറഞ്ഞ 7 ഖിറാഅത്തിന് സംശയം ജനിപ്പിക്കും. അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ട്, ഇവിടെ കോൺട്രഡിക്ഷൻ ഉണ്ട്. പക്ഷെ അതല്ലാത്തവരോ ആ കോൺട്രഡിക്ഷനെ പോലും അവർ മുഅ്ജിസത്തായിട്ട് മനസ്സിലാക്കും. എങ്ങനെ? അള്ളാഹുവിൻ്റെ വാചകങ്ങളുടെ ഘടന മനസ്സിലാക്കി നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന പോലെ. അത് കുദീബ് എന്തുകൊണ്ട് കുദീബ് എന്ന് പറയുന്നു, കുദീബ് എന്തുകൊണ്ട് പറയുന്നു, ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളതിൻ്റെ ആശയ വൈപുല്യത്തിലേക്ക് പോകും. പക്ഷെ അത് തന്നെ ചില ആളുകൾ അതിനെ എന്താക്കി വഴികേടിലാവാനുള്ള ഒരു വഴിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, അതാണ്. ഇനി ഇവിടെ അനിൽ ഖൗമുൽ മുജ്രിമീൻ എന്ന് പറഞ്ഞെടുത്തും നുജി മന്നഷ. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, സൂറത്ത് യൂസുഫിലല്ലേ ഇത് പറയുന്ന ഏറ്റവും വലിയ മുജ്രിമ ഈ ഖുറാനിൽ പറഞ്ഞ, ഈ സൂറത്ത് യൂസുഫിൽ പറഞ്ഞ മുജ്രിമീങ്ങൾ ആരാ? സൂറത്ത് യൂസുഫ് വായിക്കുമ്പോൾ മുജ്രിമുകളെ നമുക്ക് പരിചയപ്പെടാം അല്ലെ? ആദ്യത്തെ മുജ്രിമാരാ? മുജ്രിമീങ്ങള് ബ്രദേഴ്സാണ്, യൂസുഫ് അലൈഹി സ്വലാമയുടെ ബ്രദേഴ്സ്. പിന്നെ ഒരു മുജ്രിമത്ത് വരുന്നത് അസീസിന്റെ ഭാര്യയാണ്, ഇമ്രാത്തുൽ അസീസാണ് അല്ലെ? പിന്നെ അസീസ് തന്നെയും ഒരു മുജ്രിമാണോ എന്ന് നമുക്ക് സംശയം വരാം. പക്ഷേ പിന്നീട് അവരൊക്കെ എന്തായത്? അവരൊക്കെ തൗബ ചെയ്ത് മടങ്ങി അല്ലെ? അവരെയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഒരു ചര്യയാണെന്നുള്ളതാണ്. നമ്മൾ ആളുകളെ പിന്നെ മുഖവിലക്ക്, അതായത് അവർ ചെയ്യുന്ന തുടക്കത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ വെച്ചിട്ട് വിലയിരുത്തരുത്. ഇപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആരാ? ഉഹുദ് യുദ്ധത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ മുഖത്ത്, കവിളത്ത് കുന്തം തുളച്ചു കയറി, സ്റ്റിച്ച് ഇടേണ്ടി വന്നു എന്നാണ്. അന്നത്തെ സ്റ്റിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ കൂടിയിട്ട് പ്രത്യേകമായ ഒരു പേസ്റ്റ് ഒക്കെ വെച്ച് ഏറെ കാലം അത് പ്രവാചകന്റെ മുഖത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് കിൽഡ്. അതിന് കാരണക്കാരനാരാ? ഖാലിദ് ബിൻ വലീദാണ്. പക്ഷെ പിന്നെന്താ സംഭവിച്ച? ആ ഖാലിദ് ബിൻ വലീദിന്റെ പേര് ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇടുന്നു. എന്തുകൊണ്ടാ? അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, ഇസ്ലാമിന് വേണ്ടി ഒരുപാട്. അപ്പോൾ ഇതാണ് അള്ളാഹു നാം ഉദ്ദേശിക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രാർത്ഥിച്ചല്ലോ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ദീനിനെ സംരക്ഷിക്കണേ എന്ന് അല്ലെ? പ്രവാചകനെ കൊല്ലാൻ പോയ ആളാരാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷെ പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. നമുക്കുള്ള പാഠം ഇതിനകത്തേക്ക് എന്താന്ന് വെച്ചാൽ, ശക്തമായിട്ട് ഇസ്ലാമിനെ എതിർക്കുന്ന ഇസ്ലാമോ ഫോബിക് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ കണ്ടില്ലേ? ഹോളണ്ടിൽ, നെതർലൻഡ്സിൽ ഇസ്ലാമിനെതിരെ ഒരു ഫിലിം ഉണ്ടാക്കിയ ആള് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അവിടുത്തെ റെസ്പെക്ട് പാർട്ടിയുടെ ഒരാള്, പേര് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഇസ്ലാം സ്വീകരിച്ചു. ആർണോൾഡ് വാൻഡർബർഗ് എന്ന് പറഞ്ഞിട്ട് ഒരാള് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിനെ ശക്തമായി എതിർത്ത ആളുകളാണ്. ഇപ്പൊ ഈ അടുത്ത് നിരീശ്വരവാദി, കേരളത്തിൽ തന്നെ നവനാസ്തികരുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖനായിട്ടുള്ള അയ്യൂബ് എന്ന് പറഞ്ഞ ആള് ശരിക്കും അതൊക്കെ വിട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ ഒരാളെയും അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനം കണ്ടിട്ട് നമ്മൾ നിരാശപ്പെടരുത് എന്ന സന്ദേശം കൂടി ഇതൊക്കെ ഉണ്ട്. അപ്പൊ അള്ളാഹു ശിക്ഷിക്കാൻ വിചാരിക്കുമ്പോൾ അവൻ ശിക്ഷിച്ചോട്ടെ, അവൻ രക്ഷപ്പെടുത്തുന്നവർ അവൻ രക്ഷപ്പെടുത്തിക്കോട്ടെ. നമ്മുടെ പണി എന്താ?
അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഈ കുനൂത്തിലൊക്കെ നമ്മളിങ്ങനെ യൂതന്മാരെ നശിപ്പിക്കണേ, പിന്നെ അവരുടെ മേലെ അവരുടെ ജൽസലിൽ അർന്ന തഹ്ത അഖ്ദാമിഹിം മസ്സഖുഹും കുല്ല മുമസ്സഖ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രകടമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംഗതിയാണ്, വളരെ ശക്തമായ ഒരു ദീനിനെതിരാണ്. അതുകൊണ്ട് അവർക്കെതിരെ ഒരു വിജയം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പോലും അള്ളാഹു ചില പ്രാർത്ഥനകൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാത്ത എന്തുകൊണ്ടാ? അതും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന് അവൻ്റെതായ ഒരു യുക്തിയുണ്ട്. ഇപ്പൊ താർത്താരികള്, ഇസ്ലാമിക ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ താർത്താരികൾ മുസ്ലിങ്ങളെ ഒന്നായിട്ട് കൊന്നൊടുക്കാൻ വന്നവരാണ്. പക്ഷെ അതേ താർത്താരികൾ പിന്നെ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു. ഇതൊക്കെ അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും, ചിലപ്പോൾ ഈ അക്രമികളെ നശിപ്പിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നശിപ്പിക്കാതിരിക്കുക, നശിപ്പിക്കുക, ഇതൊക്കെ അള്ളാഹുവിന്റെ മാത്രം യുക്തി അനുസരിച്ച് അവൻ ചെയ്യുന്നതാണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല നമ്മൾ. അതുകൊണ്ടാണ് ഗസയിലെ മുസ്ലിങ്ങൾ പോലും ഇത്രയും പട്ടിണിയും ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്താ പറയുന്നത്? ഹസ്ബുൻ അള്ളാഹ് വ നിഅമൽ വക്കീൽ. ഹസ്ബുൻ അള്ളാഹ്, നമുക്ക് അള്ളാഹു മതി, വ നിഅമൽ വക്കീൽ, കാര്യങ്ങളൊക്കെ പരമേൽപ്പിക്കാൻ അവനാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അപ്പൊ ഇതാണ് ഒരു വ്യാഖ്യാനം കേട്ടാ. വലന്നു അന്നഹും ഖദ് കുദ്ദിബു എന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്ക്. ഇനി ഈ രണ്ടാമത്തെ വ്യാഖ്യാനം, നമ്മളിപ്പോൾ ഒരു വ്യാഖ്യാനമാണ് പറഞ്ഞത്, ഒരു ഇന്റർപ്രിട്ടേഷൻ. രണ്ടാമത്തെ വ്യാഖ്യാനം, ഈ ലന്നു എന്നതിന് അവിടെ നമ്മൾ പറഞ്ഞത് അവർ ഓൾമോസ്റ്റ് ബിലീവ്ഡ് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെ? അവർ ഒരു പിന്നെ അവർക്കൊരു അവരങ്ങനെ വിചാരിച്ചു പോയി. രണ്ടാമത് വരുമ്പോൾ എൻ്റെ അർത്ഥം, ലന്നുവിൻ്റെ അർത്ഥം കൺവിൻസ്ഡ്. അവർ കംപ്ലീറ്റ്ലി, ദേ വർ കംപ്ലീറ്റ്ലി ഷുവർ. അവർക്ക് പൂർണ്ണമായും ഉറപ്പുണ്ടായിരുന്നു എന്ത്? അവര് പൂർണ്ണമായിട്ടും കളവാക്കപ്പെട്ടു. അതായത് ഉദ്ദേശിക്കുന്നത്, ഈ പ്രവാചകന്മാര് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും, അല്ലെ? ഇനി ആരെയും രക്ഷപ്പെടുത്തേണ്ട നാഥ. മറ്റത് അവര് വിചാരിച്ചിട്ടുള്ളൂ, എന്ത്? തങ്ങൾ കളവാക്കപ്പെട്ടു എന്ന് അവർ വിചാരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇവർ പൂർണ്ണമായും കൺവിൻസ് ആകുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലാണ് അവർ പറയുന്നത് എന്ത്? അള്ളാഹുവെ, ഇനി ആരെയും വച്ചേക്കരുത്. ഏതുപോലെ സൂറത്ത് നൂഹ് പഠിച്ചിട്ടുണ്ട് നിങ്ങള്? സൂറത്ത് നൂഹില് തുടക്കത്തില് നൂഹ് നബിയുടെ ആ പ്രവർത്തനത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, അല്ലെ? അതെന്തെന്നാ? അള്ളാഹുവിനെ വിളിച്ചിട്ട് ഈ നൂഹ് നബി പറയണം, ഞാൻ അവരെ വിളിച്ചു റബ്ബേ, അല്ലെ? ഇന്നി അസ്റർതു ലഹും ഇസ്റാറ, അല്ലെ? ഞാൻ അവരുടെ പിന്നെ ആദ്യം അവരെ ഉറക്കെ വിളിച്ചു, പരസ്യമായിട്ട് വിളിച്ചു, രഹസ്യമായിട്ട് വിളിച്ചു, ഞാൻ അവരുടെ കോഫി ഷോപ്പിൽ ചെന്ന് വിളിച്ചു, അവരുടെ ഇന്റർനെറ്റ് കഫേയിൽ ചെന്ന് വിളിച്ചു എന്നൊക്കെ. അന്നത്തെ ഇന്റർനെറ്റ് കഫേ എന്ന് പറയുന്നത് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെന്ന് ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും, അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കണം. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും, അല്ലെ? വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, പിന്നെ തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, അരുവികൾ ഒഴുക്കി തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, പണം തരും. പക്ഷെ വസ്തക്ബറു ഇസ്തിക്ബാറ. وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأسروا واستكبروا استكبارا. ഞാൻ അവരെ വിളിച്ചു, നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചപ്പോഴൊക്കെ അവരെന്താ ചെയ്തത്? അവരുടെ ചെവിയിൽ കൈ തിരുകി, അല്ലെ? വസ്തഗ്ശൗ സിയാബഹും, ഡ്രസ്സ് കൊണ്ട്, ഞാൻ പറയണതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ഡ്രസ്സ് കൊണ്ട് അവർ മൂടി. വസറു, അവർ ആ കുഫറിൽ ഉറച്ചു നിന്നു. വസ്തക്ബറു ഇസ്തിക്ബാറ, ഭയങ്കരമായിട്ട് അഹങ്കരിച്ചു. അങ്ങനെ അങ്ങ് പറഞ്ഞു വന്നിട്ട് അവസാനം നൂഹ് നബി പറയുന്നത് എന്താന്ന് ആ സൂറത്ത് നൂഹിന്റെ അവസാനം പറയുന്നത്, റബ്ബി ലാ തദർ അലൽ കാഫിരീന ദയ്യാറ, ഈ കാഫറുകളെ ഒരാളെ പോലും ബാക്കി വെച്ചേക്കരുത് നാഥ. ഇന്നക ഇൻ തദർഹും, നീ അവരെ ഉപേക്ഷിച്ചാൽ, അവരെ ആരെങ്കിലും ഇവിടെ ബാക്കി വെച്ചാൽ, ലം യലിദു ഇല്ല ഫാജിറൻ കഫാറ, അവര് പ്രസവിക്കുന്നത് പോലും ഒരു കാഫിറിനായിരിക്കും. ആരെങ്കിലും കാഫിറിനെ പ്രസവിക്കാറുണ്ടോ? കാഫിറിനാണോ പ്രസവിക്കാൻ? അല്ലല്ലോ, ചെറിയ നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളല്ലേ പ്രസവിക്കാൻ. പക്ഷെ എന്തുകൊണ്ടാണ് നൂഹ് നബി അങ്ങനെ പറഞ്ഞത്? ഒരു നിലക്കും ഈ തലമുറ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പിച്ചു. അതാണ് വലന്നു, അവർ കൺവിൻസ്ഡ് ആയി. അന്നഹും കത് കുദ്ദിബു, പൂർണ്ണമായും അവര് കളവാക്കപ്പെട്ടു എന്ന് അവർക്ക് ഉറപ്പായപ്പോ അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ജാഅഹും നസ്റുന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ അതും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. ഇനി മൂന്നാമത്തെ വ്യാഖ്യാനം
കുതിബു, അതായത് നമ്മളിപ്പോൾ ഓതിയ ആ രൂപ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇതാണ്. അതായത് അവരോട് കളവ് പറയപ്പെട്ടു, അല്ലെങ്കിൽ പ്രവാചകന്മാർ പറയുന്നത് കളവാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് തന്നെ തോന്നി തങ്ങളോട് ആരോ കളവ് പറഞ്ഞു. അപ്പൊ അവിടെ ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് തോന്നി എന്നതാണ് കുതിബ്. അതായത് പ്രവാചകന്മാരല്ല. മൂന്നാമത്തെ വ്യാഖ്യാനം, ഈ അവിശ്വാസികളായ ആളുകൾക്ക് തോന്നി തങ്ങളോട് പറഞ്ഞതൊക്കെ കളവാണ് എന്ന് തോന്നി. അതായത് ഈ പ്രവാചകന്മാർ പറഞ്ഞ സംഗതി, ശിക്ഷയെക്കുറിച്ച് പറയുന്നത്, സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്, ഇതൊക്കെ കളവാണ് എന്ന് അവർക്ക് തോന്നി എന്നാണ്. കുതിബു എന്നതിന്റെ ശരിക്കുള്ള അഭിസംബോധിതരാര ഈ അവിശ്വാസികളായ ജനങ്ങളാണ് കേട്ടാ. ഓക്കെ, ഇപ്പോ നൂഹ് നബി അലൈഹി സ്വലാം ആളുകളോട് പറഞ്ഞല്ലോ, ഇന്നി അഖാഫു അലൈക്കും അദാബുൻ അലീം, നിങ്ങൾക്ക് ഒരു കഠിനമായ ശിക്ഷ വരും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? ആണോ, പണിഷ്മെന്റ് ആണോ, നിങ്ങൾ കൊണ്ടുപോവാ ഹാത്തു അല്ലെ, ഈ പണിഷ്മെന്റ് ആണെങ്കിൽ നീ വൈ ഡോണ്ട് യു ബ്രിങ് ദാറ്റ് പണിഷ്മെന്റ്? കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എടാ നൂഹ് 300 വർഷം മുമ്പ് നീ ഇതന്നെയല്ലേ പറഞ്ഞ, 400 വർഷം മുമ്പ് ഇതന്നെയല്ലേ പറഞ്ഞ, 500 ഞങ്ങളുടെ വല്ലുപ്പമാരോട് നീ ഇതന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അവര്, അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതിനെക്കുറിച്ചാണ് കുതിബു. ഈ അവിശ്വാസികളായ ജനങ്ങൾക്ക് തോന്നിയപ്പോ എന്താ തോന്നിയത്? ഞങ്ങളോട് ഈ പറയപ്പെടുന്നതൊക്കെ കളവാണ് എന്ന് അവർക്ക് തോന്നുന്ന ഒരു ഘട്ടത്തില് അള്ളാഹു പറയുന്നത് ജാഅഹും നസ്റുന, നമ്മുടെ സഹായം. അതായത് അതിന്റെ മറ്റൊരർത്ഥം, ഈ പ്രവാചകന്മാർ ഇവരോട് പറഞ്ഞ താക്കീതുകളൊക്കെ ഒരു തമാശയായിട്ട് അവരെടുക്കുന്ന ഒരു ഘട്ടം വന്നു അല്ലെ. ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോലും അല്ലെ. 950 വർഷം ഒരു പ്രവാചകൻ ശിക്ഷയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ വരും, വിശ്വസിച്ചാൽ രക്ഷ കിട്ടും. എന്നിട്ടും അവിശ്വസിക്കുന്ന ഒരു ജനതയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അതുവരെ ക്ഷമിച്ചു നിൽക്കുന്ന ആ പ്രവാചകന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് അള്ളാഹു പറയുന്നത് നമ്മുടെ സഹായം അവർക്ക് എത്തിച്ചേർന്നു. അതായത് ഈ പ്രവാചകന്മാർക്ക് അതായത് അവർ വിശ്വസിക്കുന്ന വെച്ചാൽ പ്രവാചകന്മാരോട് ഈ പറയുന്ന കഥയൊക്കെ പറയുന്നത് ഏതോ അവർക്ക് ഇത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതല്ല, മറിച്ച് ഏതോ പിശാജ് കൊണ്ടുവന്ന് കൊടുക്കുന്ന പിശാജിന്റെ മന്ത്രങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ചില പ്രവാചകന്മാരോട് ജനത പറഞ്ഞ് അസാത്തീറുൽ അവ്വലിൻ, ഇതൊക്കെ എന്താണ്, ഓൾഡ് സ്റ്റോറീസ് ആണ് അല്ലെ, വിശ്വസിക്കാൻ പറ്റാത്ത കെട്ടുകഥകളാണ് എന്ന് പ്രവാചകന്മാരുടെ ആളുകൾ അതിനെ തള്ളിക്കളയുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ സഹായം വന്നു എന്നാണ് മൂന്നാമത്തെ വ്യാഖ്യാനം. നാലാമത്തെ വ്യാഖ്യാനം ഇത്തിരി പ്രയാസമുള്ള ഒരു വ്യാഖ്യാനമാണ്, പക്ഷെ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കോട്ടെ. അതായത് പ്രവാചകന്മാർക്ക് വരെ തോന്നി തങ്ങളോട് പറയപ്പെട്ടത് കളവാണ് എന്ന് പ്രവാചകന്മാർക്ക് തോന്നി. കുതിബു എന്നുള്ളതിൽ ആരാണ് ഈ കളവ് പറയപ്പെട്ടവർ, അല്ലെങ്കിൽ ആരോടാണ് കളവ് പറഞ്ഞത് എന്നത് പ്രവാചകന്മാർക്ക് തന്നെ തോന്നി എന്നാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും, പ്രവാചകന്മാരോട് ആരാ സംസാരിക്കാൻ? അള്ളാഹു ആണല്ലോ. അള്ളാണോ കളവ് പറഞ്ഞ? മാദല്ലാ, അങ്ങനെ വരുമല്ലോ. പിന്നെന്താണ് അതിന്റെ വ്യാഖ്യാനം? ആ വ്യാഖ്യാനം ഇബ്നു തൈമിയയും ഇമാം അലൂസിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. പക്ഷേ പ്രവാചകന്മാർക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കോട്ടാ. നല്ലൊരു എക്സാമ്പിൾ ആണത്. അതായത് ഇപ്പൊ നോക്കൂ, ഹുദൈബിയയുടെ ഘട്ടം എപ്പോഴാണ്? ഹുദൈബിയ സന്ധി വരുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ. അള്ളാഹിന്റെ റസൂല് സൂറത്തുൽ ഫത്തഹിൽ അത് വളരെ വിശദമായി പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും സൂറത്തുൽ ഫത്തഹ് എടുക്കുമ്പോൾ നമുക്കത് കൃത്യമായി വിശദീകരിക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ അതിന്റെ ആ എക്സാമ്പിൾ പറയാണ്. റസൂല് സ്വപ്നം കാണുന്നു, ഹിജ്റ 5-ാം വർഷം റസൂല് സ്വപ്നം കാണുന്നു. എന്താ സ്വപ്നം കണ്ടത്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ ചരിത്രം? എന്താ സ്വപ്നം കണ്ട? ഉംറ ചെയ്യാൻ പോകുന്നു. ഉംറ അല്ല, മസ്ജിദുൽ ഹറാമിലെ തലമുണ്ടനം ചെയ്ത് മുഹല്ലഖീന റൂസഹു വ മുഖസ്സിരീൻ അല്ലെ, തലമുണ്ടനം ചെയ്തിട്ടും മുടി കുറച്ച് വെട്ടിയിട്ടും ഒക്കെ ആയിട്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. റസൂല് വിചാരിച്ചു അതെന്താണ്, ഞാൻ അടുത്ത തവണ പോയിട്ട് ഹജ്ജ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ പോവുകയാണ് എന്ന് വിചാരിച്ചിട്ടാണ് മക്കയിലേക്ക് പുറപ്പെടുന്നത്. പക്ഷേ
അവസാനം എന്താ സംഭവിച്ച? ടു ലോങ് സ്റ്റോറി ഷോർട്ട്, എന്താ സംഭവിച്ചത്? അവിടെ വെച്ച് മുശ്രിക്കുകൾ പറഞ്ഞു പോകാൻ പാടില്ല, ഇത്തവണ ഉംറ ചെയ്യാൻ പാടില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. നബി കരാറൊപ്പിട്ടു അല്ലെ? കരാറൊപ്പിട്ടു. അപ്പോ കരാറൊപ്പിട്ട് കഴിഞ്ഞപ്പോ തിരിച്ചു പോകാൻ പറഞ്ഞു അല്ലെ? എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ മൃഗങ്ങളെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള മൃഗങ്ങളെ ബലിയറുക്കണമെന്ന് പറഞ്ഞു. ഒരാളും തയ്യാറായില്ല അല്ലെ? ബലിയറുക്കാൻ പറഞ്ഞപ്പോ ഒരാളും തയ്യാറായില്ല. എന്താ അതിന് കാരണം പറഞ്ഞത്? ഉമർ റളിയല്ലാഹു ചൂടായി. റസൂലെ, താങ്കൾ സ്വപ്നം കണ്ടില്ലേ? മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാനായിട്ട് സ്വപ്നം കണ്ടില്ലേ? കണ്ടു. താങ്കൾ അള്ളാന്റെ റസൂലല്ലേ? ആണ്. താങ്കൾ പറയുന്നത് സത്യമല്ലേ? ആണ്. ഒക്കെ ശരിയാണ്. പിന്നെന്താ നമ്മൾ ഉംറ ചെയ്യാൻ പോവാത്തത്? സാധാരണ ഇതിൽ ഉമർ റളിയല്ലാഹു ഇങ്ങനെ റൈസ് ആവുമ്പോൾ സമാധാനിപ്പിക്കുന്ന ഒരാളുണ്ട് തൊട്ടടുത്ത്. അതാരാ? അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സമാധാനിപ്പിക്കും. എപ്പോഴൊക്കെ ഉമർ റളിയല്ലാഹു റൈസ് ആവണോ? പക്ഷെ അപ്പൊ അബൂബക്കർ റളിയല്ലാഹു മിണ്ടാതിരുന്നു. അപ്പോ റസൂല് പറഞ്ഞു, ശരിയാണ്, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ വർഷമാണ് ഞാൻ ഉംറ ചെയ്യാന്നല്ല കണ്ട സ്വപ്നം. മറിച്ച് ഞാൻ ഉംറ ചെയ്യും എന്നതേ സ്വപ്നം കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ ഞാൻ പ്രവേശിക്കും എന്നതേ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളൂ. അത് ഈ വർഷമല്ല, അടുത്ത വർഷമാകാം. അതാണ് ഇപ്പൊ അള്ളാഹു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ എന്നോട് കളവ് പറഞ്ഞത് അള്ളാഹു അല്ല, മറിച്ച് എൻ്റെ അസംഷൻസ്, എൻ്റെ ഊഹം, ഞാൻ വിചാരിച്ചു, ആ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാൻ പോയിട്ട് ഉംറ ചെയ്യും. അപ്പൊ പിന്നെ അള്ളാഹ് എന്തുകൊണ്ട് തിരുത്തിയില്ല? നമുക്ക് സ്വാഭാവികമായിട്ട് ആ ചോദ്യം വരും അല്ലെ? എന്നാ പിന്നെ അള്ളാഹ്ക്ക് അത് തിരുത്തായിരുന്നില്ലേ? പുറപ്പെടുമ്പോ ഇത്രയും ത്യാഗം സഹിച്ച് എത്രയോ കാതങ്ങളാണ് വന്നത്. അത് അള്ളാഹു വഴിയൊരുക്കിയതാണ്. ഈ ഹുദൈബിയ സന്ധിക്ക് ഒരു വലിയ വിജയത്തിന് വഴിയൊരുക്കിയതാണ്. അപ്പൊ ആ ഒരു നിർണായക ഘട്ടത്തിൽ പ്രവാചകന് തോന്നിയല്ലോ, എൻ്റെ ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് എനിക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ ആ സ്വപ്നത്തെ ഞാൻ മനസ്സിലാക്കുന്നിടത്ത് അതാണ് എന്നോട് കളവ് പറഞ്ഞത്. അതായത് എൻ്റെ തന്നെ മനസ്സ് എന്നോട് കളവ് പറഞ്ഞു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയണ? അത് കുദിബു, പ്രവാചകന്മാരോട് കളവ് പറയപ്പെട്ടു എന്ന് അവർക്ക് തോന്നിയ സന്ദർഭം എന്ന് പറയുന്നതാണ്. വേറൊരു ഉദാഹരണം നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആരെങ്കിലും ഈ ലോകത്ത് പുനരുദ്ധാനത്തെ കുറിച്ച് സംശയമില്ലാതെ വിശ്വസിക്കണമെങ്കിൽ അത് ഇബ്രാഹിം നബി ആയിരിക്കും അല്ലെ? കാരണം എന്താ? തീയിന്ന് രക്ഷപ്പെട്ട ആള്, വലിയൊരു തീയിന്ന് രക്ഷപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. സ്വന്തം മകനെ ബലിയെറുക്കാൻ പോയിട്ട് അറുക്കുന്നിടത്ത് വെച്ച് കത്തി മുറിയാതിരുന്ന ആളാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. സ്വന്തം ഭാര്യനെയും മകനെയും കൂടി മരുഭൂമിയില് ഒരല്പം പോലും വെള്ളമില്ലാത്ത സ്ഥലത്ത് പിന്നെ ഉപേക്ഷിച്ചിട്ട് പോന്നിട്ട് അവിടെ ഒരു വെള്ളത്തിന്റെ സംസം എന്ന് പറയുന്ന വെള്ളത്തിന്റെ വലിയ അത്ഭുതം കണ്ട ആളാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കൽ റബ്ബിനോട് ചോദിക്കണം, റബ്ബി അരിനി കൈഫ തുഹിൽ മൗത, പടച്ചോനെ നീ എങ്ങനെയാണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കണം എന്ന് എനിക്ക് കാണിച്ചു തരാമോ? അപ്പൊ അള്ളാഹ് ചോദിച്ചു, അവലം തുഅ്മിൻ, ഇബ്രാഹിമെ മോനെ നീ വിശ്വസിക്കണില്ലേ? നിനക്ക് വിശ്വാസമില്ലേ? ഇപ്പൊ ഇബ്രാഹിം നബി എന്താ പറഞ്ഞ? ബല. എന്താ പറഞ്ഞ? ബല. പിന്നെന്തോ ഒരു വാക്കൂടെ പറഞ്ഞു, അത് പറ ആരെങ്കിലും. എന്റെ ഹൃദയം ഒന്ന് എനിക്ക് സമാധാനിക്കണം. അപ്പൊ ഇബ്രാഹിം നബിക്ക്, കാരണം ഞാൻ പറഞ്ഞു, തീന്ന് രക്ഷപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മകനെ അറുക്കാൻ പോയിട്ട് ആ അറുക്കുന്നോടത്തുനിന്ന് പടച്ചോൻ രക്ഷപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മരുഭൂമിയിൽ മോനെയും ഭാര്യനെ ഉപേക്ഷിച്ച് പോന്നിട്ട് അവർക്ക് അള്ളാഹു വെള്ളം കൊടുത്ത് കണ്ണുകൊണ്ട് കണ്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അദ്ദേഹമാണ് പറയണ, പടച്ചോനെ എനിക്ക് ഒരു സമാധാനം കിട്ടാനാണ്, നീ ഒന്ന് ഈ മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കണമെന്ന് കാണിച്ചു തരണമെന്നുള്ളത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, എന്ത്? ഖുദ് അർബഅത്തം മിന ത്വയ്ർ ഫസുർഹുന്ന ഇലൈക് സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസഅ. ഒരു പക്ഷീനെ 4 കഷ്ണാക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം?
അതിൻ്റെ ഓരോ ഭാഗവും കൊണ്ടുപോയിട്ട് ഓരോ മലയുടെ മുകളിൽ വെക്കുക. സുമ്മദ്ഉഹുന്ന യഅ്തീനക സഅയ. കാണിച്ചു കൊടുത്തു അള്ളാഹു. പിന്നെ നീ ഒന്ന് വിളിച്ചാൽ ആ പക്ഷിയുടെ 4 കഷ്ണം കൂടി ഒന്നായിട്ട് പക്ഷിയായിട്ട് നിന്റെ അടുത്തേക്ക് ഓടി വരും. അതായത് നമ്മൾ ഈ പറയുന്ന സ്വർഗം, നമ്മൾ ഈ പറയുന്ന നരകം, നമ്മൾ ഈ പറയുന്ന പടച്ചോൻ, നമ്മൾ ഈ പറയുന്ന മലക്ക്, ഇടക്കിടക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും ചില സംശയം, അല്ലേ? ഉണ്ടാവൂലേ? ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ സംശയം? ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? ഇല്ല. ഇതൊക്കെ ഉള്ളത് ഉണ്ടായിട്ടുണ്ടോ? ഏഹ് ഉണ്ടോ? സത്യം പറ, സത്യം പറ. ഇല്ലല്ലോ. നഹ്നു അഹഖു ബിശ്ശക്കി മിൻ ഇബ്രാഹിം. നബി പറഞ്ഞിട്ടുണ്ട്. നഹ്നു അഹഖു ബിശ്ശക്കി മിൻ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് ആ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കും കുറച്ചൊക്കെ സംശയം ഉണ്ടാവാന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ സംശയം ഉണ്ടാവും. എപ്പോഴാണ് ഉണ്ടാവുക? ഇപ്പൊ ചിലർക്ക് തോന്നല്ലേ, ഈ ഗസയില് അള്ളാഹ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ചിലർ, എത്രയോ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് സ്വർഗമില്ല നടക്കില്ല എന്നൊന്നും പറയൂല. പക്ഷെ എന്തപ്പോ പടച്ചോനൊന്നും ചെയ്യാത്ത? 3 ലക്ഷം ആളുകൾ പട്ടിണി കിടന്ന് മരിക്കും എന്നാ പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരുടെ മരണം സംഭവിച്ചേക്കാന്നാ പറയുന്നത്. പക്ഷെ എന്നിട്ട് എന്താ അള്ളൊന്നും ഇടപെടാത്തെ? അള്ള ഉണ്ടോ ശരിക്ക്? എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകാം. ആ സാധ്യത ഉണ്ട്. കാരണം മനുഷ്യർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ആ ചരിത്രമൊക്കെ വേണമെങ്കിൽ അതൊന്നും ഖുറാനിൽ പറയണമെന്നില്ലല്ലോ. കാരണം ആളുകളെങ്ങനെ സംശയിച്ചു പോയാലോ എന്നൊക്കെ തോന്നാലോ. ഇപ്പൊ ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്ത പോലെ നമുക്ക് അള്ളാഹ് കാണിച്ചു തരുമോ? ഇതുപോലെ ഒരു പക്ഷീനെ എടുത്തിട്ട് 4 മലയുടെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ വിളിച്ചാൽ വരുമോ? വരൂലല്ലോ. മൂസാ നബി പറഞ്ഞില്ലേ, മൂസാ നബി, പടച്ചോനെ എനിക്ക് നിന്നൊന്ന് കാണണം, അല്ലെ? റബ്ബി എന്താ അരിനി അന്നൂർ ഇലൈക്ക്, ഒന്ന് കാണിച്ചു തരാം റബ്ബേ, എനിക്ക് നിന്നൊന്ന് നോക്കണം. അപ്പം അള്ളാഹ് പറഞ്ഞു, മോനെ വേണ്ട, നിനക്ക് എന്നെ കാണാൻ പറ്റൂല, പക്ഷെ അന്ന് വേണം, കാണണം പടച്ചോനെ. എന്നാ പിന്നെ നീ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. നോക്കി, ഒറ്റ നോട്ടം നോക്കിയുള്ളൂ. പിന്നെ ബോധം കെട്ട് വീണു മൂസാ നബി അലൈഹി സ്വലാം. കാണാൻ പറ്റില്ല. അപ്പോൾ അപ്പൊ മൂസാ നബിക്ക് സംശയം ഉണ്ടായിരുന്നോ? ആണോ? അതുകൊണ്ടാണോ? അല്ലല്ലോ. സംശയമല്ല. പിന്നെന്താ? നമ്മൾ അതിനെക്കുറിച്ച് സംശയം എന്നല്ല പറയാം. സ്വർഗത്തെക്കുറിച്ച് നമുക്ക് സംശയമല്ല, നരകത്തെക്കുറിച്ച് സംശയമല്ല. നമുക്ക് എന്താണ്, ഒരു ഉറപ്പില്ലായ്മ, ഒരു 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 യഖീനില്ലായ്മ വരും ചിലപ്പോഴൊക്കെ, ചില ഘട്ടത്തിൽ. ആ സമയത്ത് അത്തരം തോന്നലുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഇത്തരം സംഭവങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ. അതിനാണ് ചരിത്രം അള്ളാഹു ഇത്ര വിശദമായിട്ട് ഖുറാനിൽ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നഹ്നു അഹഖു ബിശ്ശക്കി മിൻ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ പോലെയുള്ള സംശയങ്ങൾ, അതിനേക്കാളും വലിയ സംശയങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം. അപ്പൊ ഇത് പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് അള്ളാഹ് പറയുന്നത്. അതിന്റെ അർത്ഥം അള്ളാഹു അവരോട് കളവ് പറഞ്ഞു എന്നല്ല, മറിച്ച് അവർ വിചാരിക്കാണ് അവരുടെ തോട്ടുകൾ, അവരുടെ ചിന്തകൾ, അല്ലെങ്കിൽ അവർക്ക് വന്ന ചിന്തകളെ അവർ വ്യാഖ്യാനിച്ചെടുത്ത് എന്ത് ചെയ്തു? അവർക്ക് കളവ് വരും. ആ വ്യാഖ്യാനങ്ങൾ അവർക്ക് കളവായിട്ട് തോന്നി. ഞാൻ ഈ വ്യാഖ്യാനിച്ചത് ശരിയല്ലല്ലോ. അള്ളാന്റെ സഹായം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. പക്ഷെ ഉഹദ് യുദ്ധത്തിൽ നോക്കെ, നമ്മൾ വെറും ഉഹദ് യുദ്ധം എടുത്ത് നോക്കൂ. ബദർ യുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങി സഹായിച്ചു. പക്ഷെ ഉഹദ് യുദ്ധത്തിൽ എന്താ സംഭവിച്ച? അതേ പടച്ചോൻ അപ്പോഴും ഇല്ലേ, അതേ മലക്കുകൾ അപ്പോഴും ഇല്ലേ? പക്ഷെ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ആ മലയുടെ പറകിലൂടെ വന്ന് റസൂലിന്റെ മുഖത്ത് കുന്തം പിന്നെ അല്ലെങ്കിൽ അമ്പ് എയ്യാൻ പോലും ഖാലിദ് ബിൻ വലീദിന് സാധിച്ചത് അല്ലാഹ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. അത്തരം ഘട്ടങ്ങളിൽ അള്ളാഹു ചില സംഗതികൾ പഠിപ്പിച്ചു കൊടുക്കാണ്. അപ്പൊ ചില സഹാബികൾ തന്നെ വിചാരിച്ചല്ലോ, നമ്മൾ ഇനി ബദറിൽ ജയിച്ചുകൊണ്ട് ഉഹുദിൽ എന്തായാലും ജയിക്കും. ഹുനൈൻ യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ അവരുടെ സംഖ്യ 12,000 പേരുണ്ടെന്നുള്ള അഹങ്കാരം വന്നപ്പോ ഒന്ന് പിടിച്ചു കുലുക്കിയില്ലേ അള്ളാഹു? അപ്പൊ ആ തോന്നലുകൾ അവരോട് കളവ് പറഞ്ഞു. അതാണ് അന്നഹും ഖദ് കുദിബു. പ്രവാചകന്മാർക്ക് വരെ തോന്നി തങ്ങളോട് കളവ് പറയപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ വ്യാഖ്യാനം. അതായത് അവർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച് അവർ ചിന്തിച്ചത്, മൈ കാൽക്കുലേഷൻസ് ലൈഡ് ടു മീ, മൈ അസംഷൻസ് ലൈഡ് ടു മീ. അള്ളാഹുവിന്റെ സഹായം വരും, അള്ളാഹുവിന്റെ രക്ഷ എനിക്ക് ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്തത് തന്നെ തെറ്റിപ്പോയി.
യൂനുസ് നബി അലൈഹി സ്വലാം അങ്ങനെയാണല്ലോ പുറപ്പെട്ടു പോയത്. ഇനിയിപ്പോൾ ഇവർ നന്നാവൂല. പുറപ്പെട്ടു പോയി. പക്ഷെ പുറപ്പെട്ടു പോയപ്പോഴാണ് തെറ്റ് മനസ്സിലായത്. അവിടെ അള്ളാണോ കളവ് പറഞ്ഞത് യൂനുസ് നബിയോട്? അല്ല. അദ്ദേഹം ചിന്തിച്ചെടുത്ത അദ്ദേഹത്തിന്റെ ചിന്തയാണ് അദ്ദേഹത്തോട് കളവ് പറഞ്ഞത്. അതാണ്. യൂസുഫ് അലൈഹി സ്വലാം ഇപ്പൊ നമ്മൾ പഠിക്കുന്ന യൂസുഫ് അലൈഹി സ്വലാമയുടെ സ്വപ്നമാണല്ലോ, അല്ലെ? സ്വപ്നമാണ്. യൂസുഫ് അലൈഹി സ്വലാം കണ്ട സ്വപ്നം എന്താ? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ ബ്രദേഴ്സ് എൻ്റെ മുമ്പിൽ വണങ്ങി വഴങ്ങി വരും എന്നാണല്ലോ. പക്ഷെ സംഭവിച്ചെന്താ? തൊട്ട ഉടനെ സംഭവിക്കണം എന്താ? കിണറ്റിലിട്ടു. കിണറ്റിലിടുമ്പോൾ യൂസുഫ് നബി വിചാരിക്കണം, പടച്ചോനെ ഞാൻ കണ്ട സ്വപ്നം ഇതും തമ്മിൽ എന്താ ബന്ധമുള്ള? കുറച്ച് കഴിഞ്ഞ് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അപ്പോഴും യൂസുഫ് നബിക്ക് ചിന്തിക്കാലോ, ഞാൻ കണ്ട സ്വപ്നവും ഇതും തമ്മിൽ എന്താ ബന്ധമുള്ള? പിന്നെ കൊട്ടാരത്തില്, പിന്നെ ജയിലില്, ഏകാന്തമായ ജയിലില് 40 വർഷം കഴിഞ്ഞിട്ടാണ് അത് ശരിയാവണ. ഈ 40 വർഷവും യൂസുഫ് നബി അലൈഹി സ്വലാമിക്ക് തോന്നാലോ, എന്നോട് കളവാണ് പറഞ്ഞത് പടച്ചോൻ. അല്ല, അങ്ങനെയല്ല യൂസുഫ് നബിക്ക് തോന്നിയത്. യൂസുഫ് നബിക്ക് തോന്നിയത് എന്താ? ഞാൻ വിചാരിക്കുന്നതായിരുന്നു തെറ്റ്, ഇങ്ങനെയല്ല ഞാൻ വിചാരിക്കേണ്ടിയിരുന്നത്. അദ്ദേഹം അത് വിചാരിച്ചോ ഇല്ല എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അന്തിമമായിട്ട് ഇത് വിജയിക്കാനുള്ളതാണ്. അതാണ് ജാഅഹും നസ്റുന, നമ്മുടെ സഹായം വന്നെത്തുക തന്നെ ചെയ്യും. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും നമുക്ക് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. അള്ളാഹുവിന് അവൻ്റെതായ യുക്തിയുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെ നമ്മളിങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോഴേക്കും അപ്പം തന്നെ നൂലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കോ? ഇല്ലല്ലോ, അങ്ങനെയില്ല. കുറച്ച് കാട്ടുതീ വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇപ്പം തന്നെ ഇസ്രായേലൊക്കെ നശിച്ചു പോകുന്നു. അങ്ങനെ സംഭവിക്കൂല. ഒരു ഹൂത്തികൾ ഒരു മിസൈൽ അയക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും അടുത്തത് അവിടെ ടെല്ലവീവ് മൊത്തം കത്തി. അതൊന്നുമില്ല. അതൊക്കെ അതിനൊരു ടൈമും അള്ളാഹുവിൻ്റെതായ ഒരു കാലഗണനയും ഒരു യുക്തിയും അവൻ്റെതായ ഒരു വഴിയും സബബും ഒക്കെ ഉണ്ട്. ആ സബബ് എപ്പോഴാണോ സംഭവിക്കുക അപ്പോഴാണ് അത് പറ്റുക. ഇത് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ഇപ്പം ഈ 4 വ്യാഖ്യാനം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സമയം വൈകിയതുകൊണ്ട് ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇതൊന്നും കൂടെ കേൾക്കുക കേട്ടോ. ഈ റെക്കോർഡിങ് ഒന്നും കൂടെ കേൾക്കുക. അപ്പോൾ അത് ശരിക്ക് ക്ലിയർ ആവും. പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും തിരുത്താൻ മീൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി വേണ്ടതുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അതിനൂടെ സമയമുണ്ട്. ഉണ്ടോ? ഇല്ല. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ്റെ മാർഗത്തിൽ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉറ്റ ബന്ധുക്കൾ, ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പഠിക്കാൻ എല്ലാ ആഴ്ച ഉണ്ടാകുന്ന ജംഷീലയുടെ ഭർതൃമാതാവ് മരണപ്പെട്ടിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഉമ്മ നാട്ടിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എൻ്റെ കസിൻ, അതുപോലെ നമ്മുടെ പലരും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഈ കാലയളവിൽ. കഴിഞ്ഞ കുറച്ച് കാലത്തിന് ഇടയിൽ അള്ളാഹു അതിനു മുമ്പും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നെ റിജാൽ സാഹിബിൻ്റെ വാപ്പാനെ കുറിച്ച് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ റജീഷയുടെ ഉമ്മ, ഇങ്ങനെ ഒരുപാട് പേരെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും ക്ഷമിക്കണം വാപ്പ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് വിട്ടുപോയ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിൻ്റെ ഒരു പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. അവരുടെ നരകത്തിൻ്റെ ഒരു കുണ്ടാക്കി മാറ്റാതിരിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവൻ്റെ ഏറ്റവും ഉന്നതമായ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഒരുമിച്ച്. ഇവിടെ പറയാൻ വിട്ടുപോയത് റൈഹാൻ്റെ മാതാവ്, അതും പറയാൻ വിട്ടുപോയതാണ്. അള്ളാഹു ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒക്കെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر لهم وارحمهم واعف عنهم وعافهم واكرم نزلهم ووسع مدخلهم واغسلهم بالماء والثلج والبرد
اللهم أدخلهم فسيح جناتك، اللهم أدخلنا معهم في جناتك جنات النعيم. اللهم اجعل جمعنا هذا جمعا مرحوما، واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم ربنا آنس بالقرآن وحشتنا في القبور. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم اجعله لنا شفيعا يوم القيامة. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. وسبحان الله أما يصفون، وسلام على المرسلين، والحمد لله رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا الله، أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته.